വിധിക്കെതിരായി വിയോജിച്ചുകൊണ്ട് ആ വിയോജിപ്പിനുള്ള എല്ലാ അവകാശമുള്ളപ്പോഴും അതിൻ്റെ പരിധികൾ വിട്ടുള്ള അക്രമാസക്തമായ നിലയിലേക്ക് പോകുന്നത് കേരളം കണ്ടു കഴിഞ്ഞതാണ്. അതേ ആളുകൾ ഇന്ന് വളരെ ജനാധിപത്യപരമായി ഭരണഘടനാബദ്ധമായി കോടതി വിധി സസൂക്ഷ്മം ശ്രദ്ധയോടെ സമാധാനത്തോട് കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആ നിലയിലുള്ളൊരു വല്ലാത്ത വൈരുദ്ധ്യം ഈ സമീപനത്തിൽ വിധിയോടും വിധിയെ തുടർന്ന് പുനഃപരിശോധനാ ഹർജി വേളയിലും വൈരുദ്ധ്യങ്ങളാണ് ഈ വിധിയെ സമീപിക്കുന്നതിൽ പ്രകടമായത്. കെ പി അഭിലാഷ് വീണ്ടും ചേരുന്നുണ്ട്. അഭിലാഷ്, ഏതായാലും വാദം ഉപസംഹരിക്കാൻ ചീഫ് ജസ്റ്റിസ് അഭിഭാഷകരോട് പറയുന്ന നിലയിലേക്ക് അഭിഭാഷകർക്ക് അനുവദിക്കുന്ന സമയം കുറഞ്ഞു വരുന്നുണ്ട്. വിവേചനം ഉണ്ട് എന്ന നിലയിലാണ് കോടതി ഈ വിധിയിൽ പ്രകടമായത്. വിവേചനം ഒഴിവാകണം എന്നാണ് പറഞ്ഞത്. പക്ഷേ മതാചാര്യം അത് കോടതി നിർണ്ണയിക്കുന്നു. കോടതി എങ്ങനെ അത് നിർണ്ണയിക്കും? കോടതിക്ക് അതിന് എങ്ങനെ കഴിയും? എന്തു വിശ്വസിക്കണം, എന്തു വിശ്വസിക്കേണ്ട എന്ന് കോടതി എങ്ങനെ പറയും എന്ന നിലകളിലാണോ പകരം അഭിഭാഷകർ എതിർക്കുന്നത്, യോജിച്ചു നിൽക്കുന്നത് ഈ പുനഃപരിശോധനാ ഹർജിയുമായി? ശരത്ത് 10:30 കോടതി നടപടികൾ ആരംഭിച്ച് ഇപ്പോൾ 1.5 മണിക്കൂർ പിന്നിടുമ്പോഴും പുനഃപരിശോധനാ ഹർജികൾ നൽകിയിട്ട് വേണ്ടിയുള്ള വാദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം വാദം ഉപസംഹരിക്കാൻ അല്പസമയം മുമ്പ് ചീഫ് ജസ്റ്റിസ് നിർദ്ദേശവും നൽകി. ശരത്ത് സൂചിപ്പിച്ചതുപോലെ യുക്തിയും ഭക്തിയും തമ്മിലുള്ള വിഷയങ്ങളെ എങ്ങനെ ബന്ധപ്പെടുത്താൻ സാധിക്കുമെന്ന പ്രധാന ചോദ്യം തന്നെയാണ് ഹർജികൾ സമർപ്പിച്ചവർക്ക് വേണ്ടി ഓരോ അഭിഭാഷകരും ഉന്നയിച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഭരണഘടനാപരമായ ഒരു മനുഷ്യന് നൽകുന്ന മൗലികമായ അവകാശങ്ങളിൽ വിശ്വാസമുണ്ട്. ഈ വിശ്വാസത്തെ ഏത് നിലയിലാണ് നിർവചിക്കേണ്ടത്? വിശ്വാസങ്ങളിൽ അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് കോടതിയല്ല എന്ന നിലപാടാണ് എല്ലാ അഭിഭാഷകരും ഇപ്പോൾ പുനഃപരിശോധനാ ഹർജികൾക്ക് വേണ്ടി നൽകിയവർക്ക് വേണ്ടി വാദമുഖം ഉന്നയിച്ചത്. മദ്രാസ് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ വെങ്കിട്ടരാമനും ഇപ്പോൾ വാദം പൂർത്തിയായിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഈ കോടതി വിധി നിരവധി വിശ്വാസങ്ങളെ ബാധിക്കുന്ന ഒന്നായി മാറും എന്നുള്ളതാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ടാണ് ഭരണഘടനയുടെ 5-അംഗ ബെഞ്ച് വിധി പ്രസ്താവിച്ചത് എങ്കിൽ ഈ വിധി ശബരിമലയെ മാത്രമല്ല മറിച്ച് നിരവധി വിശ്വാസങ്ങളെ ബാധിക്കുന്ന ഒന്നായി പറയുന്നു. ശബരിമലയിലേത് അനിവാര്യമായ ഒരു വാദഗതി അഡ്വക്കേറ്റ് വെങ്കിട്ടരാമൻ ഉന്നയിച്ചിട്ടുണ്ട്. ഒന്ന് നോക്കൂ. ഇതുവരെ ഇവരാരും പറയാത്ത നിലപാടിൽ നിന്നുകൊണ്ട് വെങ്കിട്ടരാമൻ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് കോടതിയിൽ. തീർച്ചയായും ഏറ്റവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഭരണഘടനാപരമായ ബെഞ്ചിൽ വിധി വന്നപ്പോഴും അൺടച്ചബിലിറ്റി, ഫോം ഓഫ് അൺടച്ചബിലിറ്റി എന്ന തരത്തിലുള്ള പരാമർശം, അതായത് സ്ത്രീകൾക്ക് ആർത്തവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടക്കമുള്ള പരിമിതികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിക്കുന്നത്. ആർത്തവവുമായി ബന്ധപ്പെട്ട വിശ്വാസം ഇന്ത്യൻ പാരമ്പര്യത്തിൽ മാത്രം അല്ല, ഈജിപ്തിലടക്കം ആർത്തവത്തെ പ്രതിഷ്ഠയുമായി ബന്ധിപ്പിക്കാറുണ്ട്, അതിന് തെളിവുകളുണ്ട് എന്ന തരത്തിലുള്ള ഒരു പരാമർശം കൂടിയാണ് വെങ്കിട്ടരാമൻ സൂചിപ്പിച്ചത്. ഇത് അതായത് മറ്റു വാദഗതികളിൽ നിന്ന് അതിന് തെളിവുണ്ട് എന്ന തരത്തിൽ പറയുന്നു. ഹർജിക്കാരിൽ നിന്ന് 1-2 പേരെ കൂടി മാത്രമേ ഇനി കേൾക്കാൻ ചീഫ് ജസ്റ്റിസ് അനുവദിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ മാത്രമാണ്, അതായത് നേരത്തെ പരാശരനിൽ തുടങ്ങി വി ഗിരിയിലൂടെ എത്തി അത് പിന്നീട് നഫ്ഡയിലൊക്കെ എത്തുമ്പോൾ പോലും ഇത്തരത്തിൽ ആർത്തവവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സ്ത്രീകളെ മാറ്റി നിർത്തുന്നത് എന്ന പരാമർശം ഉണ്ടായിരുന്നില്ല. അതേസമയം വെങ്കിട്ടരാമൻ വാദം അവസാനിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മുതിർന്ന അഭിഭാഷകരൊന്നും അത് സ്ത്രീകളുടെ ആർത്തവ കാലവുമായി ബന്ധപ്പെടുത്തി വാദമുന്നയിക്കാനേ ശ്രമിച്ചിരുന്നില്ല. അത് വിശ്വാസത്തിലും ആചാരത്തിലും മാത്രം ബന്ധിതമായ ഒന്ന് എന്ന നിലയിലാണ് വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠയുടെ പ്രത്യേകതകളിൽ ഊന്നിയാണ് വാദമുന്നയിച്ചതെങ്കിലാണ് മദ്രാസ് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് വെങ്കിട്ടരാമൻ പറഞ്ഞതിലാണ് ഈ പറഞ്ഞ പ്രശ്നം കൂടി ഉയർന്നു വന്നത്. ആർത്തവം എന്നത് വളരെ കൃത്യമായി വിശ്വാസം ഇന്ത്യൻ പാരമ്പര്യത്തിൽ മാത്രമല്ല ഈജിപ്തിലടക്കം ആർത്തവത്തെ ഈ പറയുന്ന നിലയിൽ പ്രതിഷ്ഠയുടെ വിശ്വാസവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്, അകറ്റി നിർത്തിയിട്ടുണ്ട്. അതിന് വേണമെങ്കിൽ തെളിവ് നൽകാം എന്ന ഒരു കോർ ഇഷ്യൂവിലേക്ക് നേരിട്ടൊരു പരാമർശം നടത്തിയ അഭിഭാഷകനായി അദ്ദേഹം മാറിയിട്ടുണ്ട്. അതിന് തെളിവ് നൽകാമെന്ന് പറയുമ്പോൾ ആ തെളിവുപരമായ സാധ്യത ഇതിനകത്ത് എത്രമാത്രം ഉണ്ടെന്നൊരു ചോദ്യം വേറെയുണ്ട്. കാരണം കേസിൻ്റെ ഘട്ടങ്ങളിലാണ് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഹാജരാക്കേണ്ടിയിരുന്നത് എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. ഏതായാലും BJP നേതാവ് രാധാകൃഷ്ണ മേനോന് വേണ്ടി മോഹൻ പരാശരൻ വാദിക്കുന്നു. ഏതായാലും ചീഫ് ജസ്റ്റിസ് അങ്ങനെ ഒരു നിർദ്ദേശം, അഭിലാഷ്, എനിക്ക് തോന്നുന്നു ഈ
പുനഃപരിശോധനാ ഹർജികളിലെല്ലാം സമാനമായ വാദഗതികളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഇനിയും വാദിക്കാനായി തയ്യാറെടുത്തിരിക്കുന്ന അഭിഭാഷകരൊക്കെ പരാശരൻ മുതൽ ഇങ്ങോട്ട് ഉള്ള അഭിഭാഷകർ വാദിച്ചതിനോട് യോജിക്കാനേ ആകൂ. അത്തരമൊരു ആവർത്തനം ഒഴിവാക്കുക എന്നത് കോടതികളിൽ സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ആ അഭിഭാഷകർക്ക് മുൻപ് വന്ന മുതിർന്ന അഭിഭാഷകരുടെ വാദഗതിയുമായി യോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് വാദം പറയുന്നതിൽ നിന്ന് സ്വാഭാവികമായി ഒഴിയാവുന്നതേ ഉള്ളൂ. ആ ഹർജികളുടെ സ്വഭാവത്തിൽ നിന്നായിരിക്കണം ചീഫ് ജസ്റ്റിസ് അത്തരമൊരു നിർദ്ദേശം നൽകിയത്. കാരണം അങ്ങനെ ആയാൽ പുനഃപരിശോധനാ ഹർജി ഉന്നയിച്ച എല്ലാവരുടെയും ഒരു പൊതുവികാരം കോടതി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അങ്ങനെ വന്നാൽ എതിർഭാഗത്തെ കേൾക്കുന്നതിലേക്ക് കോടതി പോവുകയാണ്, മാറ്റിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഒരു സൂചന അതിലുണ്ട്. ശരത്ത്, ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ വരും മിനിറ്റുകളിൽ തന്നെ നമുക്കറിയാൻ സാധിക്കും. അതായത് ഈ പുനഃപരിശോധന ഹർജി നൽകിയവരുടെ അഭിഭാഷകർക്ക് നൽകുന്ന സമയം അവസാനിക്കാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് ഇതിൽ വാദം അവസാനിപ്പിക്കണമെന്ന ഒരു നിർദ്ദേശം ചീഫ് ജസ്റ്റിസ് നൽകുമ്പോൾ ഈ വാദഗതികളിൽ ഇപ്പോൾ പുറപ്പെടുവിച്ച വിധിയെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും വസ്തുതകൾ ഉണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. അങ്ങനെയൊന്നുണ്ട് എന്ന് ഇപ്പോഴത്തെ ബെഞ്ചിന് തോന്നിയാൽ മാത്രമായിരിക്കും മറുഭാഗത്തിന് വാദിക്കാൻ അവസരം നൽകേണ്ട പോലും സാഹചര്യമുള്ളൂ. അതേസമയം ഇപ്പോൾ പരാശരൻ തുടങ്ങി വെങ്കിട്ടരാമൻ ഉൾപ്പെടെയുള്ളവർ വാദിച്ച വാദമുഖങ്ങളൊന്നും ഈ വിധിയുമായി ബന്ധപ്പെട്ട പിഴവുകളല്ല എന്ന് ബെഞ്ചിന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഇത് തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയായിരിക്കും കോടതി എത്തുക. മറുഭാഗത്തെ കേൾക്കേണ്ട സാഹചര്യം പോലും അങ്ങനെയെങ്കിൽ ഉണ്ടാവുകയില്ല. മറിച്ച് ഇപ്പോൾ ഈ പുനഃപരിശോധന ഹർജിയുമായി ബന്ധപ്പെട്ട അഭിഭാഷകർ സൂചിപ്പിച്ച വസ്തുതകളിൽ ഏതെങ്കിലും ഒന്ന് നിലനിൽക്കുന്നതാണ്, അത് വസ്തുനിഷ്ഠമാണ്, നേരത്തെ പുറപ്പെടുവിച്ച 5 അംഗ ബെഞ്ചിന്റെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി പ്രസ്താവത്തിൽ നിന്ന് വ്യത്യസ്തമാണ്, അതിലെ ഒരു പിഴവ് ആയി കരുതേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒരു പോരായ്മയായി കരുതേണ്ടതുണ്ട് എന്ന ഏതെങ്കിലും ഒരു പോയിന്റിനെ ഗൗരവത്തോടുകൂടി ഈ ബെഞ്ച് സമീപിച്ചാൽ മാത്രമായിരിക്കും മറുഭാഗത്തിന് അവസരം ലഭിക്കേണ്ട പശ്ചാത്തലമുള്ളൂ. അല്ലെങ്കിൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഈ വസ്തുതകളൊന്നും വിധിയുമായി ബന്ധപ്പെട്ടതല്ല, ഈ വിധിയെ എതിർക്കുന്നതോ അല്ലെങ്കിൽ വിധിയെ മറികടക്കാൻ പറ്റുന്ന ഒരു പോയിന്റുകളല്ല, വസ്തുതകളല്ല, ഈ വാദമുഖങ്ങളൊന്നും അംഗീകരിക്കാനാവില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് ചിലപ്പോൾ കോടതി എത്തിയേക്കാം. ഞാൻ ഇത് അനുമാനം മാത്രമാണ് പറയുന്നത് എന്ന് ആവർത്തിക്കുന്നു. അതിൽ അഭിലാഷ് പറഞ്ഞതുപോലെ പ്രസക്തമായ തർക്ക വിഷയങ്ങളുണ്ട് എന്ന് കോടതിക്ക് തോന്നുന്ന പക്ഷം എതിർഭാഗത്തോടുകൂടി അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം തേടാവുന്നതാണ്. നിശ്ചയമായും അത് 5 അംഗ ഭരണഘടനാ ബെഞ്ച് തന്നെയാണ് അതിൽ അന്തിമമായ ഒരു നിലപാടിലേക്ക് പോവുക. പക്ഷേ അതുമായി ബന്ധപ്പെട്ട പ്രമുഖരായ അഭിഭാഷകരുടെ അഭിപ്രായം തേടുക. ആ നിലയിൽ സ്വാഭാവികമായും എതിർഭാഗം എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് അത് ആരൊക്കെയാകും എന്നൊരു സംശയം രൂപപ്പെടാം. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഓർക്കേണ്ടത്, സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരാകുന്നത് ജയ്ദീപ് ഗുപ്തയാണ്. അദ്ദേഹം കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഈ എതിർഭാഗം എന്ന നിലയിൽ സർക്കാർ ഭാഗം പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ സർക്കാർ അഭിഭാഷകൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിന് ഇടയാക്കാം. ഈ കോടതി വിധിക്ക് ശേഷമുണ്ടായ സാഹചര്യങ്ങൾ, വിധി നടപ്പായ സാഹചര്യം, അവിടെ യുവതികൾ കയറിയ സാഹചര്യം, ഇതെല്ലാം സർക്കാർ അഭിഭാഷകൻ വിശദീകരിക്കേണ്ടതായി വരുന്ന ചില സാഹചര്യങ്ങളാണ്. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സാവകാശ ഹർജിയും നിൽക്കുകയാണ്. ആ ഹർജി കോടതിയലക്ഷ്യ ഹർജികൾ മാത്രമാണ് ഇന്ന് പരിഗണിക്കാത്തത്. ദേവസ്വം ബോർഡിൻ്റെ സാവകാശ ഹർജിക്ക് എന്തുതരം പ്രസക്തിയാണ് ഇക്കാര്യത്തിൽ ഉള്ളത് എന്നത് മറ്റൊരു ചോദ്യമായി തന്നെ നിൽക്കുന്നു. പിന്നെ അവിടെയുള്ള വളരെ പ്രധാനപ്പെട്ട തർക്കമുന്നയിക്കാൻ കഴിയുന്ന ആളുകൾ ഹാപ്പി ടു ബ്ലീഡിന് വേണ്ടി വിധിയെ പിന്തുണച്ചുകൊണ്ട് ഹാജരാകുന്ന ഇന്ദിര ജയ്സിംഗ് ആണ്. അവരും കോടതിയിലുണ്ട്. ഈ നിലയിൽ പുനഃപരിശോധനാ ഹർജികളിൽ പരാശരൻ മുതൽ ഇങ്ങോട്ട് വാദിച്ച അഭിഭാഷകരുടെ തർക്കങ്ങൾക്ക് ഈ പറഞ്ഞ ഇന്ദിര ജയ്സിംഗിനോ മറ്റോ പറയാനുണ്ടെങ്കിൽ ആവാം, അല്ലെങ്കിൽ കോടതി അവരോട് മറുവാദത്തിന് ക്ഷണിക്കാം. അത്തരമൊരു ആവശ്യകതയുണ്ടെങ്കിൽ അഭിലാഷ് പറഞ്ഞതുപോലെ. ലാൽ, അല്ല, ഇപ്പോഴത്തെ സ്ഥിതി കണ്ടിട്ട് എനിക്ക് എൻ്റെ ഒരു ഗസ്സാണ്, ഞാൻ കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്ട് അല്ല, ഭരണഘടന ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇൻ്റർപ്രറ്റ് ചെയ്ത് വരികയാണെങ്കിൽ എൻ്റെ ഒരു ഗസ് ഇതിൻ്റെ ആവശ്യം വരില്ല. കാര്യം എതിർവാദം ഉന്നയിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നില്ല. കാര്യം ഇവർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഈ ആർട്ടിക്കിൾ 15 അഡീഷണൽ പോയിന്റ് വന്നിട്ടുണ്ടെന്നുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഭരണഘടനാ വിധിയെ റദ്ദാക്കുന്ന രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻ്റർപ്രിട്ടേഷനെ മിസ്റ്റേക്കിന് ഒന്ന് ചൂണ്ടിക്കാട്ടാനോ ഒന്നുമുള്ള കാര്യങ്ങളിവിടെ നടന്നിട്ടില്ല. ഇവർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതിൽ DTയുടെ ലീഗൽ റൈറ്റിനെ കുറിച്ച് വീണ്ടും പറയുന്നു, ആർത്തവത്തെക്കുറിച്ച് പറയുന്നു. ആ ആർത്തവത്തെക്കുറിച്ചുള്ള പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ആർത്തവമല്ല ഏതായാലും അത് പറയുമ്പോൾ ചില പുതിയ വിവരങ്ങൾ കൂടി ലാല് നമ്മൾ പങ്കുവെക്കാതിരിക്കാനാവില്ല. നേരത്തെ NSSന് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് K പരാശരനാണ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തുപോലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള അഭിഭാഷകൻ, ഈ കേസിലും നേരത്തെ ഹാജരായിരുന്ന അഭിഭാഷകനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ മോഹൻ പരാശരൻ ഇപ്പോൾ BJP നേതാവ് രാധാകൃഷ്ണ മേനോന് വേണ്ടി ഹാജരാകുന്ന
മനസ്സിലാവുന്നുണ്ട്. രാധാകൃഷ്ണ മേനോൻ എനിക്ക് തോന്നുന്നു ഈ ആ മേഖലയുമായി ബന്ധപ്പെട്ട പഞ്ചമുഖ ക്ഷേത്രങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഏകോപനം ചെയ്യുന്ന ചുമതലയൊക്കെയുള്ള ആളാണ്. അങ്ങനെയാണോ അതോ ഇനി ബി ജെ പി ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുമില്ല? ആ നിലയിൽ വിശ്വാസി എന്ന നിലയിലായിരിക്കണം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം. അദ്ദേഹത്തിന് വേണ്ടി മോഹൻ പരാശരൻ, കെ പരാശരൻ്റെ മകൻ ഹാജരാകുന്നു. അതുപോലെ തന്നെ പന്തളം കൊട്ടാരത്തിന് വേണ്ടി വാദിക്കാൻ സായി ദീപക് അനുമതി തേടുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് വാദം ക്രമപ്പെടുത്താനും അവസാനിപ്പിക്കാനും നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള കക്ഷികളുടെ അഭിഭാഷകർ അത്തരം ചില നീക്കം നടത്തിയിരിക്കുന്നത് എന്നാണ്. അയ്യപ്പ ഭക്തരിൽ ഹിന്ദുക്കളല്ലാത്തവരും ഉണ്ടെന്ന കാരണം കാട്ടി അയ്യപ്പ ഭക്തർ പ്രത്യേക ഗണമല്ലെന്ന് പറയാനാകില്ല എന്ന് ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ വാദത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മോഹൻ പരാശരന്റെ വാദം ഉയരുന്നത്. ഉഷാനന്ദിനിക്ക് വേണ്ടി ഗോപാൽ ശങ്കര നാരായണൻ വാദിക്കുന്നു എന്ന വിവരമുണ്ട്. ഉഷാനന്ദിനിയും ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായി റിവ്യൂ ഹർജി നൽകിയ അഭിഭാഷകയാണ്. അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ വാദമുയരുന്നത്. ലാൽ പറഞ്ഞത് പൂർത്തിയായി. ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പം ചേട്ടൻ പറഞ്ഞനുസരിച്ച് സെക്ട് ആണ്, ഇതൊരു സെപ്പറേറ്റ് സെക്ടറായിട്ട് ട്രീറ്റ് ചെയ്യണം. ഈ വിഷയങ്ങളൊക്കെ സുപ്രീം കോടതി നേരത്തെ പരിഗണിച്ചതാണ്. ഇതിന് പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ട് ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എനിക്കൊന്ന് കോടതിയുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. കാര്യം ഒരു ശബരിമല മാത്രമൊന്നുമല്ല ഇന്ത്യ. കാര്യം ഇന്ത്യ എന്ന് പറയുന്നത് അത്രയും വലിയ വിസ്തീർണമുള്ള രാജ്യമാണ്. അതിനകത്ത് ഒരുപാട് സബ്ജക്റ്റീവ് എലമെൻസും അതുപോലെ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് മിക്കവാറും വലിയ താമസമില്ലാതെ എടുത്തുകൊണ്ട് പോകും എന്ന് പറയും. അതിന്റെ കൂടുതൽ എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, മനസ്സിലൊരു ആഗ്രഹമുള്ളത്. നമ്മളിവിടെ ഞാനിവിടെ തന്നെ ഉണ്ട്. നിങ്ങളെ പോലെ തന്നെ കോടതിയിൽ കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട് അല്ലേ. എനിക്ക് പക്ഷേ വിധി വന്നപ്പോൾ വിശ്വാസം കോടതി അമ്മാളിന് ഇല്ലാന്ന്. അല്ല, വിധിച്ച കോടതിയോട് അന്ന് വിശ്വാസം ഇല്ലായിരുന്നു, ഇന്ന് കോടതിയോട് കോടതി അമ്മാളിന് വിശ്വാസം ഉണ്ടെന്നാണ് ഈ ലാല് പറയുന്നത്. അല്ല, നമുക്ക് വേണ്ട വിധി എപ്പോഴും കോടതി. വിധി എതിരായപ്പോ കോടതിയോടെതിരായി. അല്ലല്ല, കോടതിയോട് എതിരായതല്ല, കോടതിയെ നിങ്ങൾ വിശ്വസിപ്പിച്ചത് ആ രീതിയിലാണ്. ഇപ്പൊ തന്നെ 5 കോടി സ്ത്രീകൾ നവോത്ഥാന മതിലിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞു. 5 കോടി. എന്നിട്ട് എന്തിനു വേണ്ടി? എന്നിട്ട് 5 ലക്ഷം സ്ത്രീകൾ പങ്കെടുത്തു എന്തിനു വേണ്ടി? ശബരിമല യുവതി പ്രവേശനത്തിന് വേണ്ടിയാണ് എന്ന് വരെ നിങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിച്ചതല്ല, ഈ പറയുന്ന തന്ത്രി കുടുംബം, പന്തളം കൊട്ടാരം, പ്രയാർ ഗോപാലകൃഷ്ണൻ, NSS ഇവരെല്ലാം ഈ ആചാരത്തെ മുറുകെ പിടിക്കുന്നവരും ഈ കേസ് 12 വർഷം നടന്നപ്പോഴും ഇതെല്ലാം വിശദീകരിച്ച് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന പ്രഗത്ഭരും പണ്ഡിതരുമല്ലേ? അന്ന് നടക്കാതെ പോയ കാര്യങ്ങളാണ് വീണ്ടും പറയുന്നൊരു പ്രശ്നം ഇന്നുമുണ്ട്. അതെ, പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൽ ആ കാതലായ ഭാഗങ്ങൾ വേണ്ട രീതിയിൽ ഇപ്പൊ തന്നെ എന്ന് പറഞ്ഞാൽ തന്ത്രി കുടുംബം അത് ചെയ്തില്ലെന്നാണോ? അല്ല, തന്ത്രി അത് ആർക്കാണ് ഇത് അറിയാവുന്നത്? അറിയാവുന്ന ആകെ ഞാൻ എന്റെ സംശയം അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറയാം. ഈ വിഷയങ്ങളെല്ലാം അഡ്രസ് ചെയ്തതാണ്, ഇവർക്ക് പറയാവുന്നതെല്ലാം പറഞ്ഞതാണ്. തന്ത്രിയും കൂട്ടരും കൊണ്ടുപോയത് തന്ത്ര സമുച്ചയം കൊണ്ടൊക്കെയാണ് പോയത്. തന്ത്ര സമുച്ചയം കൊണ്ടൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഗോഗോയും കൂട്ടരും എടുത്ത് അതൊരു അപ്പുറത്തെ കായലിലോട്ട് എടുത്ത് വീസാൻ. അതല്ലേ സംഭവിച്ചത്. ഭരണഘടനയുടെ ബെഞ്ച് അതല്ലേ, ജഡ്ജിൻ്റെതല്ലേ. അതിനകത്ത് എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. അതായത് ഈ അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ലാല് വിശ്വാസികളുടെ വികാരത്തെ കോടതി പരിഗണിച്ചിട്ടുണ്ട്, അതിനോട് വിയോജിച്ചിട്ടുണ്ടാവാം. ഞാൻ പറഞ്ഞ എന്റെ വാദം അതല്ല. എന്റെ വാദം ഈ പറഞ്ഞ വിശ്വാസികളെ പരിഗണിക്കാമെന്നോ ആ വിശ്വാസികളോട് എനിക്ക് എതിർപ്പുണ്ടെന്നുള്ള അല്ല എന്റെ വാദം. ഞാൻ പറഞ്ഞത് ഇവർ പ്രൊഡ്യൂസ് ചെയ്ത ഡോക്യുമെന്റ് തന്ത്ര സമുച്ചയമൊക്കെയാ. അതൊന്നും ആധുനിക ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷന് മുന്നിൽ സ്റ്റാൻഡ് ചെയ്യുന്ന പോട്ടെ. അതാ ഞാൻ പറയുന്നത്. തന്ത്ര സമുച്ചയം ലാല് പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ ഒരു വാദം ഞാൻ പറയാം. അതായത് തന്ത്ര സമുച്ചയം എന്നത് ആധുനിക സമൂഹത്തിൽ യോജിപ്പുള്ളതാണോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനപ്പുറം തന്ത്ര സമുച്ചയം ഈ ക്ഷേത്രാചാരങ്ങളിലെ പ്രാമാണിക ഗ്രന്ഥം തന്നെയാണ്. കോടതി അത് പരിഗണിച്ചിട്ടുണ്ട്. ഒരു ചർച്ചയിൽ പ്രമുഖ ചരിത്രകാരൻ KN ഗണേഷ് തന്ത്ര സമുച്ചയത്തെക്കുറിച്ച് കേരളത്തിൽ വളരെ ആധികാരികമായി പരിശോധിച്ചിട്ടുള്ള അദ്ദേഹം ഞങ്ങളുടെ തന്നെ ഒരു ചർച്ചയിൽ തൊട്ടപ്പുറത്ത് രാഹുലുണ്ട്. രാഹുലിനോട് ചോദിച്ചു, രാഹുൽ ഞാൻ ചോദിക്കട്ടെ, തന്ത്ര സമുച്ചയത്തിൽ എവിടെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ പ്രാധാന്യം വെച്ച് ഈ സ്ത്രീകൾക്ക് 10-നും 50-നും ഇടയിലുള്ള സ്ത്രീകൾക്ക് കയറരുത് എന്ന് തന്ത്ര സമുച്ചയത്തിൽ ആ ഗ്രന്ഥത്തിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊരു ചോദ്യം ഉന്നയിച്ചു. രാഹുൽ ഒരുപക്ഷെ കേൾക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നാളെ യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. പക്ഷേ രാഹുൽ, അവിടെ വെച്ചാണ് ആദ്യമായി ഞാൻ വ്യത്യസ്തമായ വാദം കേൾക്കുക. ഇന്ന് കോടതിയിൽ കേട്ട ഈ പ്രതിഷ്ഠാ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന രാഹുൽ ഈശ്വർ അന്ന് നിലപാട് മാറ്റി. അന്ന് രാഹുൽ പറഞ്ഞു, ഇത് വിഗ്രഹത്തിന് വേണ്ടിയല്ല, അയ്യപ്പന് വേണ്ടിയല്ല, അവിടെ എത്തുന്ന അയ്യപ്പ ഭക്തരുടെ ഏകാഗ്രമായ വിശ്വാസത്തിനും ഭക്തിക്കും വേണ്ടിയിട്ടാണ്. അവിടെയാണ് സ്ത്രീകൾ ചോദിക്കുന്നത്,
സംഭവിക്കുന്നത്? ഈ ആൺ വിശ്വാസികളുടെ വിശ്വാസം നിലനിർത്തുന്നത് ഈ സ്ത്രീകളുടെ വിശ്വാസത്തെ ചവിട്ടി അരച്ചുകൊണ്ടാണോ? അവിടെയാണ് കോടതി ചോദിച്ചത്. ഇത് വിവേചനം. സ്ത്രീകൾ ആരും വിശ്വാസികളല്ല. ശബരിമലയിൽ വിശ്വാസികളായ സ്ത്രീകൾ പോകത്തില്ല, യുവതികൾ പോകത്തേയില്ല. നിങ്ങൾ കുറെ പോകാതിരിക്കട്ടെ, അവിടെയാണ് ഗീത പറഞ്ഞത്. അങ്ങനെ ഈ സംഘടിതമായി നിന്ന് തേങ്ങ എറിഞ്ഞും ഭീഷണിപ്പെടുത്തിയും പേടി തോന്നുന്ന വിധത്തിൽ അയ്യപ്പ ശരണം വിളിച്ചും സംഘടിതമായി നിൽക്കുമ്പോൾ ഗോമതിയമ്മാൾ, ഞാൻ ഒരു അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് കൂടെ നിൽക്കുമ്പോഴും എന്റെ സംശയമാണ്, അങ്ങനെ എതിർക്കാൻ ആള് നിൽക്കുമ്പോൾ പാവം പിടിച്ച വിശ്വാസമുള്ള സ്ത്രീകൾ ആരെങ്കിലും വരുമോ? അപ്പോൾ പിന്നെ ആ സ്ത്രീകൾക്ക് വേണ്ടി ആരെങ്കിലും ഇറങ്ങും. അവര് ആക്ടിവിസ്റ്റുകളാകാം, അവർക്ക് ഭക്തി ഉണ്ടാകാം, ഭക്തി നമുക്ക് ബോധ്യപ്പെടാതിരിക്കാം. ഈ ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന പ്രയോഗത്തിനകത്ത് ഒരു വലിയ പ്രശ്നമുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിച്ചു, അല്ല ആക്ടിവിസ്റ്റ് പ്രയോഗം നല്ലതല്ലേ? അവർ ആക്ടിവിസ്റ്റ് ആണ്. പ്രശ്നം എന്തറിയോ, ഈ ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന വാക്കിന്റെ മുന്നിൽ എന്ത് കിടക്കുന്നു എന്നുള്ളതിന് സമ്മാനിച്ചത് കേരളത്തിന്റെ ദേവസ്വം മന്ത്രി പ്രതിലോമകരമാണ് എന്ന് ലാല് വാദിക്കുന്നെങ്കിൽ ആ പ്രതിലോമകരമായ വാദം ഉന്നയിച്ച് കേരളത്തിൽ അവരെ ആക്ടിവിസ്റ്റുകളായി മുദ്ര കുത്തി ചാപ്പ കുത്തി അവരെ ഈ വിധത്തിൽ ആക്ഷേപിക്കുന്നതിന് ആദ്യ അവസരം ദേവസ്വം മന്ത്രി. ഞാൻ പറഞ്ഞ എന്റെ സ്റ്റേറ്റ്മെന്റ് കൃത്യമായി കടകംപള്ളി സുരേന്ദ്രൻ, എനിക്ക് അങ്ങനെ പേര് പറഞ്ഞതിന് മടിയൊന്നുമില്ല, കടകംപള്ളി സുരേന്ദ്രനെതിരാണ് ഞാൻ പറഞ്ഞ എന്റെ സ്റ്റേറ്റ്മെന്റ്. കാര്യം ആക്ടിവിസ്റ്റിന് മുന്നിൽ എന്ത് വാക്ക് കിടക്കുന്നു എന്നുള്ളത് വലിയ ഇമ്പോർട്ടന്റ് ആണ്. ചൈൽഡ് ആക്ടിവിസ്റ്റിനോട് കയറിക്കൂടെ, ട്രൈബൽ ആക്ടിവിസ്റ്റിനോട് കയറിക്കൂടെ, ദളിത് ആക്ടിവിസ്റ്റിനോട്. നിങ്ങൾക്ക് ഭൗതികവാദമുള്ള ഒരാൾക്ക് മാത്രം, എന്ന് വെച്ചാൽ ദൈവവിശ്വാസം ഇല്ലാത്ത, സ്പിരിച്വാലിറ്റി ഇല്ലാത്ത ഒരാൾക്ക് മാത്രം കയറാൻ അനുവാദം കൊടുക്കാതിരിക്കാം. ചൈൽഡ് ആക്ടിവിസ്റ്റിന് കയറുന്നതിന് എന്നാ? ഈ ആക്ടിവിസ്റ്റിന് മുന്നിൽ എന്ത് കിടക്കുന്നു എന്ന് നോക്കാതെ കടകംപള്ളി പറഞ്ഞ ആ വാദഗതി ഈ വിധിയെ എതിർക്കുന്നവർക്ക് പോലുമില്ല. ഇന്നിപ്പോ അല്പം മുമ്പ് പറഞ്ഞ ശേഖർ നാഫ്ഡേക്ക് ശേഷം വാദിച്ച അഭിഭാഷകൻ പറഞ്ഞ എന്താണ്, വെങ്കട്ടരാമൻ പറഞ്ഞ എന്താണ്, ശബരിമല ഏതെങ്കിലും മതത്തിന് വിലക്കുള്ളതല്ല, എല്ലാ മതസ്ഥർക്കും അവിടെ കയറാവുന്നതാണ്. ആ നിലയിലുള്ള ഒരു തരത്തിലുള്ള വിലക്കും തൊട്ടുകൂടായ്മയും ഇല്ലാത്ത ക്ഷേത്രമാണെന്ന് പറയുന്ന ഇടത്താണ് ആക്ടിവിസ്റ്റുകളെ ആ നിലയിൽ വേലിക്ക് പുറത്തു നിർത്താൻ ശ്രമിച്ചത്. ആ പേരും പറഞ്ഞു. അല്ല, എതിരാന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ വളരെ വസ്തുതാപരമായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത് യാതൊരു കാരണവശാലും ഭക്തർക്ക് വേണ്ടിയിട്ടും അന്ന് പോലും അതിനകത്ത് റെഫറൻസ് ഇല്ല. ആൾക്കാർക്ക് അവിടെ പോവാം, നിങ്ങൾക്ക് ഭക്തി ഉണ്ടോ ഇല്ലെന്ന് ഇങ്ങനെ നിങ്ങൾ അളന്നു നോക്കൂ. ഇവിടെ പോയി അവിടെ സന്നിധാനത്ത് 18ാം പടിക്ക് പൃഷ്ഠം തിരിഞ്ഞു നിന്ന ആൾക്കാരോട് ഉണ്ട്. ഇവരുടെ ഭക്തി എങ്ങനെ നമ്മൾ അറിയുന്നത്? എങ്ങനെ അറിയുന്നത്? ഒരു 52 വയസ്സുമായ സ്ത്രീയുടെ തലയിൽ തേങ്ങ എറിയാനായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നവളുണ്ട്. അവന്റെ ഭക്തി എന്താണ്? അവൻ എന്ത് മൂല്യമാണ് ഈ നാട്ടിൽ നൽകുന്നത്? അങ്ങനെയുള്ള ഈ പറഞ്ഞവരെല്ലാം ഒരു ആന്ധ്രയിൽ നിന്ന് വന്ന കൂട്ടരെ ഇവര് കല്ലെടുത്ത് എറിഞ്ഞ് ഓടിച്ചു. കല്ലെറിയുന്നവൻ എന്ത് അയ്യപ്പനാണ്? നിങ്ങൾ അഹം ബ്രഹ്മാസ്മി. ഞാൻ പറഞ്ഞു ഇത്രയും ജീർണിച്ച ചിന്തയുള്ളവൻ പോലും അയ്യപ്പനായിട്ട് അവിടെ പോകുമ്പം ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞ് പുറത്തു നിർത്തുന്നത് ശരിയല്ല. സ്ത്രീ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യം. ഏതായാലും ഇവിടുത്തെ തർക്കം സുപ്രീം കോടതിയിലുണ്ട്. സുപ്രീം കോടതിയിൽ വാദത്തിന് ഒരു അല്പം സമയം കിട്ടാൻ വേണ്ടി അഭിഭാഷകർ തമ്മിൽ തർക്കമാണ്. നിശ്ചയമായും അത്രയേറെ ഹർജികളുണ്ട്, അഭിഭാഷകരുണ്ട്. ഈ കേസിൽ ഹാജരാകുക, 2 വാക്ക് പറയുക എന്ന് പറയുന്ന ഒരു അഭിഭാഷകന്റെ കൂടി അവരുടെ അഭിഭാഷക വൃത്തിയിലെ ഒരു നിമിഷമാണ്. പക്ഷേ അതിനുള്ള അവസരം ചീഫ് ജസ്റ്റിസ് എത്ര പേർക്ക് നൽകും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇങ്ങനെയെങ്കിൽ വാദം കേൾക്കുന്നത് അവസാനിപ്പിക്കും എന്ന് ഈ തർക്കത്തിനിടയിൽ ചീഫ് ജസ്റ്റിസിന് പറയേണ്ടി വന്നു. ഫയൽ താഴെ കിട്ടു, വാദിക്കാൻ അവസരം തേടിയ മാത്യൂസ് നെടുമ്പാറയോട് ഇരിക്കാൻ വീണ്ടും 2ാം തവണ നെടുമ്പാറയോട് ഒരു പ്രത്യേകത ഉണ്ട്. വളരെ അതൊരു അഡീഷൻ ആയിട്ട് പറയാം. നമ്മൾ മർക്കണ്ഡേ അർജുനെ വിളിച്ചു വരുത്തി ശാസിച്ചാണ്. മനസ്സിലായില്ലേ? കർക്കശക്കാരാണ് ഇവര്. ഞാൻ പറയുന്നു, ഈ ജഡ്ജ്മെന്റ് എതിരാണ് വരുന്നതെങ്കിൽ റിവ്യൂ പെറ്റീഷൻ കോടതിയുടെ സമയം കളഞ്ഞു എന്നുള്ള വാദത്തിലേക്ക് കോടതി വരികയും അതിന് ജഡ്ജ്മെന്റ് വരികയാണെങ്കിൽ നിങ്ങളുടെ സംഘടന ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഫൈൻ വരും. പേടിക്കണ്ട. ഗോഗോയാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഫൈൻ അടച്ചിട്ട് അടുത്ത ദിവസം ഇവിടെ ഒരുപാട് മുന്നിലാണ്. കോടതി ചിന്തിക്കുന്നതിനപ്പുറം ഫൈൻ അടക്കേണ്ടി വരും. അത് ഏറ്റെടുക്കാൻ ഞങ്ങൾ ആരുമില്ല. ഫൈൻ അടക്കേണ്ടി വരും. ഞാൻ വിശ്വാസിയാണ്. ഫൈൻ പിരിക്കുന്ന വളരെയല്ല, കുറെ പേര് ഇപ്പൊ വഴി പിരിക്കുന്നുണ്ട്, അതുപോലെ പിരിക്കേണ്ടി വരും എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ലാലിനെ ഏതായാലും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തുള്ളൂ ആളുകൾ. പിഴ വരെ വിധിച്ചു കഴിഞ്ഞു ലാല്. വേറെ ഡൽഹി ഹൈക്കോടതി എന്താ ചെയ്തത്? അവിടുത്തെ ഒരു കേസ് അല്ല, ഇന്നലെ തോമസ് ചാണ്ടിക്ക് ഹൈക്കോടതി കൊടുത്തു കണ്ടില്ലേ? പിഴയാണ്. വാദം പറഞ്ഞ് വിധി പറയാൻ കാര്യത്തിൽ എന്താ ചെയ്തത്? കോടതിയുടെ സമയം വിലപ്പെട്ടതാണ്. ഇവർ ഈ കൊണ്ടുകൊടുക്കുന്ന സാധനങ്ങൾ ഞാൻ എന്റെ അടിയുറച്ച വിശ്വാസം ഈ കക്ഷി ചേർന്നിരിക്കുന്നവർക്ക് അൺനെസസറി ആയിട്ടുള്ള ആർഗ്യുമെന്റ് വെക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഫൈൻ ഉണ്ടാവും. നിങ്ങളുടെ സംഘടനയുടെ പേര് ഞാൻ മറന്നുപോയി. നിങ്ങൾ പറഞ്ഞ പോലെ ലാല് പറഞ്ഞത് അത്ര തെറ്റായ കാര്യങ്ങളല്ല. കോടതി ചീഫ് ജസ്റ്റിസ് അല്പം ചൂട് പിടിച്ചു തുടങ്ങി. കോടതിയിൽ നേരായി പെരുമാറിയില്ലെങ്കിൽ കോടതി ലക്ഷ്യം അത് ഫൈൻ അടക്കം എന്തുവാകാം, അല്ലെങ്കിൽ കോടതി പിരിയുന്നവരെ പിടിച്ചു നിർത്താം, എന്തുവാകാം. കോടതിയിൽ നേരായി പെരുമാറിയില്ലെങ്കിൽ കോടതി ലക്ഷ്യ നടപടി എടുക്കുമെന്ന് അഭിഭാഷകനോട് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഈ തർക്കത്തിനിടയിൽ തള്ളിനിടയിൽ ആരും മനസ്സിലാവുന്നില്ല. ജയിലിൽ കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനായിട്ട് ഇപ്പൊ പിരിവ് നടത്തുന്നുണ്ട്. അതുപോലെ പിരിവ് നടത്തേണ്ടി വരുമെന്നാണ് എന്റെ ഒരു ധാരണ. ഏതായാലും അഭിലാഷ്,
ഇപ്പോൾ വാദവും ഉള്ളടക്കവുമല്ല പ്രശ്നം, മറ്റു ചില കാര്യങ്ങളാണ്. ഒന്ന് വേഗത്തിൽ. തീർച്ചയായും വാദവും പ്രതിവാദവും എല്ലാം മറിച്ച് വാദിക്കാൻ വേണ്ടിയുള്ള അഭിഭാഷകരുടെ ഒരു മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, പതിവിൽ നിന്ന് വ്യത്യസ്തമായി വാദിക്കാൻ വേണ്ടിയുള്ള അഭിഭാഷകരുടെ ഒരു വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി നിരവധി ആളുകൾ എത്തിയിരുന്നു. അങ്ങനെ ഒരു വലിയ തിരക്ക് ഈ കോടതിയിൽ ഉണ്ടായിരുന്നു, തുറന്ന കോടതിയിൽ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് വാദങ്ങൾ ഉന്നയിക്കുന്നതിനുള്ള സമയം ക്രമീകരിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകിയത്. അതിനിടയിൽ അതായത് 56ഓളം പുനഃപരിശോധനാ ഹർജികൾ ഉൾപ്പെടെ 65 ഹർജികളാണുള്ളത്. ഈ ഹർജികളിൽ വാദങ്ങൾ ഉന്നയിക്കാൻ അവസരം നൽകണമെന്ന തരത്തിൽ അഭിഭാഷകർക്കിടയിൽ തന്നെ ഒരു തർക്കമുണ്ടാകുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അവിടെയാണ് വളരെ പെട്ടെന്ന് ചീഫ് ജസ്റ്റിസ് ഇടപെട്ടത്. കോടതിയിൽ മാന്യമായി മര്യാദയ്ക്ക് പെരുമാറുക തന്നെ ചെയ്യണം. അഭിഭാഷകരാണ് എങ്കിൽ പോലും കോടതി അഭിലാഷിന്റെ കൂടി ശ്രദ്ധയ്ക്കാണ് നേരത്തെ ഇവിടെ ഉയർന്നു വന്നത് ഈ തന്ത്രസമുച്ചയത്തിൽ നൈഷ്ഠിക ബ്രഹ്മചര്യം പറയുമ്പോൾ ആർത്തവകാലത്തെ സ്ത്രീകളെ മാറ്റി നിർത്തുന്നത് എവിടെ പറയുന്നു എന്ന ചോദ്യം ഉയർന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതേ വിഷയം തന്നെ ഇപ്പോൾ സായ് ദീപക് ഉന്നയിക്കുന്നുണ്ട്. സായ് ദീപക് പന്തളം കൊട്ടാരത്തിന് വേണ്ടി ഹാജരാകുകയാണ്. സായ് ദീപക് പറയുന്നത് ഈ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്നാൽ എതിർ ലിംഗത്തിൽപ്പെട്ടവരിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറയുന്ന വ്യത്യസ്തമായ വാദമാണ്. അതായത് അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയുള്ള ഒരു വാദമായി പന്തളം കൊട്ടാരത്തിന് വേണ്ടി അങ്ങനെ ഒരു വാദം ഉന്നയിച്ചിട്ടുണ്ട് സായ് ദീപക്. അഭിലാഷ് തുടരാം. തീർച്ചയായും ഈ വിഷയത്തിൽ ലിംഗസമത്വം ഉൾപ്പെടെയുള്ള വിഷയങ്ങളായിരുന്നു 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിൽ വരികയും പിന്നീട് വിധി പ്രസ്താവിക്കുകയും ചെയ്തതെങ്കിൽ ആ വിഷയത്തിലേക്കും ആ സബ്ജക്റ്റുകളിലേക്കുമാണ് ഇപ്പോൾ ഓരോ അഭിഭാഷകരും കടന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കുന്നു. സായ് ദീപക് പറഞ്ഞത് നൈഷ്ഠിക ബ്രഹ്മചാര്യം എന്നാൽ എതിർലിംഗത്തിൽപ്പെട്ടവരിൽ നിന്ന് മാറി നിൽക്കണം എന്ന് തന്നെയാണ്. അതായത് ശബരിമലയ്ക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർ ഉൾപ്പെടെ എതിർലിംഗത്തിൽപ്പെട്ട അതായത് സ്ത്രീ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു പശ്ചാത്തലമുണ്ട്. നൈഷ്ഠിക ബ്രഹ്മചാരിയായ ഒരു പ്രതിഷ്ഠയാണുള്ളത് ശബരിമലയിൽ ഉള്ളത്. അങ്ങനെയുള്ള വ്യക്തികൾ പോലും മാറി നിൽക്കേണ്ട സാഹചര്യം, അതായത് ഹൈന്ദവ വിശ്വാസവും ആചാരവും അനുസരിച്ച് നൈഷ്ഠിക ബ്രഹ്മചാര്യം എന്നാൽ എതിർലിംഗത്തിൽപ്പെട്ടവരിൽ നിന്നുള്ള മാറി നിൽക്കൽ എന്നതാണ്. അത്തരത്തിലുള്ള ഒരു പ്രതിഷ്ഠാ സങ്കല്പമാണ് ഇപ്പോൾ ശബരിമലയിൽ ഉള്ളത്. ശബരിമലയിലെ അയ്യപ്പ പ്രതിഷ്ഠ എന്നത് നൈഷ്ഠിക ബ്രഹ്മചാര്യത്തിൽ ഊന്നിയിട്ടുള്ള അയ്യപ്പ പ്രതിഷ്ഠയാണ്. ആ അയ്യപ്പ പ്രതിഷ്ഠ എന്നത് എതിർലിംഗത്തിൽപ്പെട്ടവരിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒന്നാണ്. ആ നിലയിലുള്ള ഒരു പ്രതിഷ്ഠ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ പ്രായപരിധിയിൽപ്പെട്ടവർ നൈഷ്ഠിക ബ്രഹ്മചാരിയായ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ സാധൂകരണത്തിന് വേണ്ടിയാണ് ഇപ്പോൾ സായ് ദീപക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ NSSന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കെ പരാശരൻ ആർട്ടിക്കിളുകളും അതുപോലെ ഭരണഘടനയിലെ വകുപ്പുകളുമാണ് ചൂണ്ടിക്കാണിച്ചതെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ അടക്കമുള്ളവർ ഇന്ന് മുതിർന്ന അഭിഭാഷകൻ കൂടിയായ മോഹൻ പരാശരനാണ് ഇന്ന് മുതിർന്ന BJP നേതാവിന് വേണ്ടി ഹാജരായത്. അവർ മറ്റൊരു തരത്തിലുള്ള വാദഗതികളാണ് ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഊന്നിയുള്ള വാദപ്രതിവാദങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ അയ്യപ്പന്മാർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഗണത്തിൽപ്പെട്ടവരായി തന്നെയാണ് കാണേണ്ടത്. ഹിന്ദു മതത്തിലും ഹൈന്ദവേതര മതത്തിലും പെട്ട ആളുകൾ അയ്യപ്പ വിശ്വാസികളായിട്ടുള്ളവരുണ്ട്. അവരെ ഒരു പ്രത്യേക ഗണമായി കാണേണ്ടതില്ല എന്ന തരത്തിലുള്ള കോടതി നിരീക്ഷണം ശരിയല്ല എന്ന വാദമായിരുന്നു മോഹൻ പരാശരൻ ഉന്നയിച്ചത്. ശരി അഭിലാഷ്, കൂടുതൽ വിവരങ്ങൾക്കായി വേഗം മടങ്ങി വരാം. ഏതായാലും ചില അഭിഭാഷകരുടെ പേര് ലിസ്റ്റ് കൂടി പുറത്തു വരുന്നുണ്ട്. അയ്യപ്പ സേവാ സമാജത്തിന് വേണ്ടി കൈലാസനാഥ പിള്ള വാദിക്കുന്നു. VK ബിജു ശബരിമല കസ്റ്റം പ്രൊട്ടക്ഷൻ ഫോറത്തിന് വേണ്ടി ഹാജരാകുന്നു ഫോറത്തിന് വേണ്ടി എന്ന വിവരം വന്നിട്ടുണ്ട്. ചില എഴുതി നൽകാൻ ജസ്റ്റിസ് നരിമാന്റെ നിർദ്ദേശം വന്നിട്ടുണ്ട്. തന്ത്രിയുടെ സത്യവാങ്മൂലം വ്യാഖ്യാനിച്ചുള്ള വിധിയിൽ വസ്തുതാ പിശകുണ്ടായി എന്ന വാദം അവിടെ ഉയർന്നിട്ടുണ്ട്. എഴുതി നൽകാൻ ജസ്റ്റിസ് നരിമാന്റെ നിർദ്ദേശമുണ്ട്. ഏതായാലും ഈ വാദങ്ങൾ പിന്നാലെ വരുമ്പോൾ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതായി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ആ വിധിയെ എതിർക്കുന്നവരുടെ ഇടയിലെ തന്നെ വ്യത്യസ്ത ഭിന്നാഭിപ്രായങ്ങളായി തോന്നുന്നുണ്ടോ? അതെ, ഇതിപ്പം ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് അവർ തന്നെ നേരിടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റെടുക്കുന്ന വാദങ്ങൾ. അതെ, തീർച്ചയായിട്ടും. കാര്യം ഇവരെ സംബന്ധിച്ചിടത്തോളം അൺടച്ചബിലിറ്റി ഒരു വിഷയമല്ലായിരുന്നു ഒരാളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അൺടച്ചബിലിറ്റി വേറൊരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമായി. ഇങ്ങനെ പരസ്പര വിരുദ്ധമായ ഒരാൾ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠയുടെ മൂല്യത്തെക്കുറിച്ച് പറയുമ്പോൾ അയ്യപ്പ ഭക്തർക്ക് ആ വിശ്വാസം പാലിക്കാൻ കഴിയണമെങ്കിൽ ആർത്തവമുള്ള സ്ത്രീകൾ അവിടേക്ക് വരരുത് എന്ന നിലയിലാണ് ഏറ്റവും പുതിയ വാദം. അതെ, ഇത് സംഭവിക്കുന്നതെന്നറിയോ, നമ്മൾ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ ആചാരബന്ധിതമായ ഒരു ലോകമാണ് ഇന്ത്യ. ഒരു സംശയമില്ല കാര്യത്തിൽ. ആചാരാനുഷ്ഠാനത്തിൻ്റെ ബന്ധിതമായ ഒരു ലോകമാണ്. നമ്മൾ എപ്പോഴും പറയുന്നതെന്നറിയാം, ഇതിൽ നിന്ന് മാറുക എന്നുള്ളതാണ് ഒരു ആധുനിക ലോകത്തിൻ്റെ ലക്ഷ്യം. അത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ലക്ഷ്യമാക്കുന്നത് ഒരു മോഡേൺ ഇന്ത്യയാണ്.
എന്നുവെച്ചാൽ ആർക്കേയിക് ആയിട്ടുള്ള പ്രാക്ടീസും റിച്വലിസ്റ്റിക് സാധനത്തിൽ നിന്നും മാറുക എന്നുള്ളതാണ് ഈ ജഡ്ജ്മെന്റിന്റെ ലക്ഷ്യം തന്നെ. അതിനെയെല്ലാം റദ്ദാക്കിക്കൊണ്ടുള്ള വീണ്ടുമുള്ള ഇത്രയും സീനിയർ വക്കീലന്മാർ പറയുന്നത് അവർക്ക് പൈസ കൊടുത്തിട്ടുള്ളതുകൊണ്ട് അവർ അങ്ങനെ തന്നെ വാദിക്കും. അതിന് നമുക്ക് എതിർക്കാൻ പറ്റില്ല. കാര്യം അവരുടെ ലക്ഷ്യം എന്താണ്? അവർക്ക് പരമാവധി പേര് കിട്ടുക, ഈ വിഷയത്തിൽ ഇടപെടുക. താങ്കൾ മുമ്പേ പറഞ്ഞതുപോലെ എല്ലാവരുടെയും പേര് പറഞ്ഞു ഞാൻ വാദിച്ചു എന്ന് പറയുമ്പോൾ ഇച്ചിരൂടെ കൂടുതൽ റേറ്റിംഗ് ഒക്കെ പിൽക്കാലത്ത് വരുമായിരിക്കും. അതായിരിക്കും അവിടുത്തെ ലക്ഷ്യം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഒരു കൺസെൻസസിൽ എത്തിയ പോലെ എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ. നേരത്തെ പറഞ്ഞ വാദഗതി അല്ലാതെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഓഫ് ലോ വരുന്ന രീതിയിലായിട്ട് ഒരു വാദം ഉയർത്തി കാണിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ എനിക്ക് സംശയമുണ്ട്. പിന്നെ നമുക്കറിയില്ല ഈ ഒരുപക്ഷെ ഈ പരാശരനോ അല്ലെങ്കിൽ നാഫ്ഡയോ അല്ലെങ്കിൽ ഗിരിയോ ഒക്കെ ഒരുപക്ഷെ പിന്നാലെ വരുന്ന ആളുകളുടെ വാദം കേൾക്കുമ്പോൾ ഈ കേസ് പൊളിയുന്നു എന്നൊരു തോന്നൽ അവർക്കുണ്ടാകുന്നതാണോ ഈ പറഞ്ഞു വരുന്നത്? ഇത് കാരണം അവർ തന്നെ എടുത്തു വെച്ച ആർഗ്യുമെന്റ്സിന് വ്യത്യസ്തമായ വാദം പിന്നാലെ വരുന്നവർ പറയുന്നു. ഇതിനകത്ത് സംഭവിക്കുന്നതെന്നറിയോ? എൻ്റെ ഒരു ബലമായ വിശ്വാസം ഇവരുടെ ആർഗ്യുമെന്റ്സ് ഇല്ല. കാരണം നമുക്ക് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് കിട്ടിക്കഴിയുമ്പോൾ ഇവർക്ക് വീണ്ടും പറയാനുള്ള ഭക്തിയുടെ എലമെന്റ് മാത്രമാണ്. ലാലി പറഞ്ഞതിന് അനുസൃതമായ ഒരു ചീഫ് ജസ്റ്റിസ് വാചകം വന്നിട്ടുണ്ട്. എന്തെങ്കിലും അർത്ഥം ഉണ്ടാക്കാനാകുന്നെങ്കിൽ വാദിക്കുക, അല്ലെങ്കിൽ നിർത്തുക. അതാണ് ഇവർ പറയുന്നതെല്ലാം ആചാരത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന കുറെ വാക്കുകൾ മാത്രമല്ല. എനിക്ക് തോന്നുന്നു അതിനെ അങ്ങനെ എടുക്കുന്നതിനോടൊപ്പം തന്നെ കോടതിക്ക് എന്താണ് തടസ്സവാദങ്ങൾ എന്ന് മനസ്സിലായി കഴിഞ്ഞു. കോടതിക്ക് നിശ്ചയമായി ഈ വിധിയോടുള്ള പ്രധാനപ്പെട്ട അഭിഭാഷകരുടെ വളരെ പ്രധാനപ്പെട്ട വാദം എന്താണ് എന്ന് ഇതിനോടകം മനസ്സിലായി കഴിഞ്ഞു. ഇനിയെല്ലാം അത് ആവർത്തനമായി പോകുന്നതിനെ തടയുക എന്ന് പറയുന്ന കോടതികളിലെ ഒരു സ്വാഭാവിക ഈ വഴിയിൽ ഇറങ്ങി നിൽക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് കൂട്ടവാദം. ചില കോടതികളിൽ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള പോലെ തൽപരരായ ഈ കേസുള്ള കക്ഷികളുടെ അഭിഭാഷകർ എല്ലാവരും അവർക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന നിലയിൽ ഒരു കൂട്ടവാദത്തിന്റെ പ്രതീതിയാണ് കോടതിക്ക്. എല്ലാ അഭിഭാഷകരും എഴുന്നേറ്റ് ഞാൻ ഒരാളെ കുത്തിക്കൊന്നിട്ട് വക്കീലിന്റെ ചെന്നാലും എന്നെ ഉറപ്പായിട്ടും രക്ഷിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ അവർ എതിർഭാഗത്തിന് അരമണിക്കൂർ സമയം നൽകും. അരമണിക്കൂർ കൂടി നൽകും. അപ്പൊ ഞാൻ ഇതിന് സംഭവിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു സോളിഡ് ആയിട്ടുള്ള വാദിക്കാനുള്ള കണ്ടന്റ് ഇല്ല. കാര്യം ജഡ്ജ്മെന്റിന്റെ ഒരു ബ്രീഫ് എങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അത്ര കോംപ്രിഹെൻസീവ് ആയിട്ട് കണ്ടിരിക്കുന്ന ഒരു വിഷയം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഒരു പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇവർ ഈ ജല്ലിക്കെട്ട് എന്ന് പറയുന്ന ഒരു ആശയം ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ജല്ലിക്കെട്ട് എന്ന് പറയുന്നത് മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഷയം, ആചാരവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ള കാര്യം ശരിയാണ്. എന്നാൽ പോലും ശേഖരനാഫ്ഡെ പറഞ്ഞ ക്രിമിനാലിറ്റിയുടെ പ്രശ്നം അവിടെയാണ് വരുന്നത്. ഇവിടെ അവിടെ ഒരു ആനിമൽ അട്രോസിറ്റി എന്ന് പറയുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ മൃഗങ്ങൾക്കെതിരെ ഒരു നമ്മൾ പറഞ്ഞ അക്രമം കാഴ്ചവെക്കുന്നതിൻ്റെ ഒരു വിഷയം അവിടെ ഉണ്ടെങ്കിലും അതും ഭരണഘടനാപരമായ അല്ലെങ്കിൽ നിങ്ങളുടെ മൗലിക അവകാശമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഷയമേ അല്ല. അത് രണ്ടാണെന്ന് സാമാന്യ പ്രേക്ഷകർ മനസ്സിലാക്കുന്ന മൃഗസംരക്ഷണവും ഒരുപോലല്ല. അതെ. അപ്പോൾ പശുവിനോട് ഫണ്ടമെന്റൽ റൈറ്റ്, പശുവിന് ഫണ്ടമെന്റൽ റൈറ്റ് ഇല്ല. ഈ ഫണ്ടമെന്റൽ റൈറ്റിനെ ഇൻവോക്ക് ചെയ്ത് വന്നിരിക്കുന്ന ജഡ്ജ്മെന്റിൽ ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു ലോ കൊണ്ടുവരൂ. ലോ സ്റ്റാൻഡ് ചെയ്യില്ല. കാര്യം ഒരു ഓർഡിനൻസോ ഒന്നും സ്റ്റാൻഡ് ചെയ്യില്ല. കാര്യം ഇതെല്ലാം ഭരണഘടനയുടെ ബേസിക് മൂല്യങ്ങളെ വെച്ചിട്ട് വന്നിരിക്കുന്നതെന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കി. അഭിലാഷ്, ഏതാണ്ട് സമയം അവസാനിക്കുന്നത് കൊണ്ട് അഭിഭാഷകർക്ക് വല്ലാത്തൊരു തിടുക്കവും എങ്ങനെയും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അവസരം നേടിയെടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്തം അത് അവരുടെ ജോലിയുടെ ഭാഗവുമാണ്. പക്ഷേ ചീഫ് ജസ്റ്റിസ് അതിന് കാര്യമായി വഴങ്ങുന്നില്ലെന്നാണോ? തീർച്ചയായും ചീഫ് ജസ്റ്റിസ് ആ നിലയിൽ സമയം അനുവദിക്കുന്നില്ല. നേരത്തെ കെ പരാശരന് മാത്രമാണ് ഏതാണ്ട് 35 മിനിറ്റോളം തുടക്കത്തിൽ വാദമുന്നയിക്കുവാൻ അവസരം നൽകിയത്. അദ്ദേഹം മുതിർന്ന അഭിഭാഷകനാണ്. എങ്കിൽ ഇനി അരമണിക്കൂർ മാത്രമായിരിക്കും സമയം അനുവദിക്കുക എന്നാണ്. അതായത് പുനഃപരിശോധന ഹർജികൾ നൽകിയിട്ടുള്ളവർക്ക് വേണ്ടി അരമണിക്കൂർ മാത്രമാണ് സമയം അനുവദിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിനുള്ളിൽ തന്നെ വാദം പൂർത്തിയാക്കേണ്ട ഒരു സാഹചര്യമാണ് പുനഃപരിശോധന ഹർജി നൽകിയിട്ടുള്ളവർക്ക് ഉണ്ടായിട്ടുള്ളത്. 3 മണിവരെ മാത്രമായിരിക്കും ഇന്ന് സിറ്റിംഗ് ഉണ്ടാവുക എന്നതും വളരെ കൃത്യമായി അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ അഭിഭാഷകരുടെ ഒരു വലിയ നിരയുണ്ട്. അവർക്കിടയിൽ തന്നെ ആശയക്കുഴപ്പങ്ങളുണ്ട്. ആര് വാദിക്കണമെന്നത് സംബന്ധിച്ച തർക്കങ്ങളുണ്ട്. എങ്കിലും കോടതിയുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താൻ ഒരുക്കമല്ല എന്ന വളരെ കൃത്യമായ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അരമണിക്കൂർ മാത്രമായിരിക്കും ഇനി സമയം വാദിക്കാൻ വേണ്ടി അനുവദിക്കുകയുള്ളൂ എന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം മാധ്യമപ്രവർത്തകരെ അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി അച്ചടക്കം പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 3 മണിവരെ ഇന്ന് സിറ്റിംഗ് ഉണ്ടാകും. ഇതിൽ അരമണിക്കൂർ കൂടിയായിരിക്കും പുനഃപരിശോധന ഹർജിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വാദമുഖങ്ങൾ അവതരിപ്പിക്കുന്നതിന് അവസരം ലഭിക്കുക. നമുക്കറിയാം 56 പുനഃപരിശോധന ഹർജികൾ ഉണ്ടായിരുന്നു. മറ്റ് അപേക്ഷകൾ ഉൾപ്പെടെ 65 ഹർജികളാണ് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. ഇതിൽ ഇപ്പോൾ പുനഃപരിശോധന ഹർജികൾ, അതായത് ഈ കോടതി വിധിയുമായി ബന്ധപ്പെട്ട പിഴവുകളുണ്ട്, ഈ വിധി തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പുനഃപരിശോധന, ഈ വിധിയിൽ മാറ്റം വരുത്തണം, വിധി സ്റ്റേ ചെയ്യണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പുനഃപരിശോധന ഹർജികൾക്ക്
വേണ്ടി ഇനി അരമണിക്കൂർ 30 മിനിറ്റ് കൂടി മാത്രമാണ് സമയം അനുവദിക്കുന്നത്. അതായത് 1 മണിക്ക് മുമ്പ് തന്നെ പുനഃപരിശോധനാ ഹർജികളിന്മേലുള്ള നിലപാട് വ്യക്തമാക്കണമെന്ന വളരെ കൃത്യമായ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അരമണിക്കൂറിനുള്ളിൽ തന്നെ വാദങ്ങൾ അവസാനിപ്പിക്കേണ്ട സാഹചര്യം വരുന്നു. ഒപ്പം 3 മണി വരെ മാത്രമായിരിക്കും സിറ്റിംഗ് ഉള്ളത് എന്നതും പറയുന്നു. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി ജയദീപ് ഗുപ്തയാണ് സംസാരിക്കുന്നത്. വിധിയിൽ ചില കാര്യങ്ങളിൽ ജഡ്ജിമാർക്കിടയിൽ സമവായമുണ്ട്, എന്നാൽ വിധി പുനഃപരിശോധിക്കാൻ ഒരു സാഹചര്യവും ഇല്ല എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാട് ആണ് നേരത്തെയും സ്വീകരിച്ചത്. ആ നിലപാടിനെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള വാദമായിരുന്നു പുനഃപരിശോധനാ ഹർജിയിൽ മുതിർന്ന അഭിഭാഷകർക്ക് നടത്താൻ സാധിച്ചത് എന്ന നിരീക്ഷണത്തിലേക്കാണ് സുപ്രീം കോടതി പോകുന്നത് എങ്കിൽ തീർച്ചയായും കൂടുതൽ വാദം കേൾക്കുന്ന സാഹചര്യമോ അല്ലെങ്കിൽ ഇത് തള്ളാത്ത ഒരു സാഹചര്യമോ നിലനിൽക്കും. മറിച്ച് ഏറ്റവും അവസാനവും ചീഫ് ജസ്റ്റിസ് പറഞ്ഞ ഒരു പ്രത്യേകത, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് പുനഃപരിശോധനാ ഹർജി നൽകിയവർക്ക് ഏതെങ്കിലും തരത്തിൽ അർത്ഥവത്തായ കാമ്പുള്ള വാദം ഉന്നയിക്കാൻ സാധിക്കുന്നുവെങ്കിൽ മാത്രം വാദിക്കുക, അല്ലാതെ അഭിഭാഷകർ തമ്മിൽ തർക്കം ഉണ്ടാക്കേണ്ട സാഹചര്യമില്ല. വിധി പ്രസ്താവത്തിലെ പിഴവ് എന്ത് എന്ന്, പോരായ്മ എന്ത് എന്ന് കൃത്യമായ വസ്തുതകൾ ഫാക്ട് മാത്രം കോടതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നുവെങ്കിൽ മാത്രം ഇനി മറ്റ് അഭിഭാഷകർ വാദിച്ചാൽ മതി എന്ന ഒരു നിലപാട് ചീഫ് ജസ്റ്റിസ് വളരെ കൃത്യമായി സ്വീകരിക്കുന്നു. കുറച്ചുകൂടി കടുത്ത ഒരു നിലപാട്, അതായത് വെറുതെ വാദിച്ച് വാചക കസർത്ത് നടത്തിക്കൊണ്ട് സമയം കളയാൻ സാധിക്കില്ല. മറിച്ച് വസ്തുനിഷ്ഠമായ വസ്തുതകൾക്ക് അധിഷ്ഠിതമായ കാര്യങ്ങൾ, നേരത്തെ ഉണ്ടായ വിധി പ്രസ്താവത്തിലെ പിഴവുകൾ കൃത്യനിഷ്ഠമായി വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നുവെങ്കിൽ മാത്രം വാദഗതികൾ ഉന്നയിച്ചാൽ മതി എന്ന കൃത്യമായ ഒരു താക്കീത് തന്നെയാണ് ചീഫ് ജസ്റ്റിസ് നൽകിയത്. മാത്രമല്ല, ഇതിനുവേണ്ടി സമയം, ഇങ്ങനെ ഓരോ ഹർജിക്കാരും അവർക്ക് തോന്നുന്ന നിലപാടുകൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുനഃപരിശോധന ഹർജി നൽകിയവരിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. ഭരണഘടനയുടെ ചില വകുപ്പുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് കെ പരാശരനെ പോലെയുള്ള മുതിർന്ന അഭിഭാഷകർ വാദിച്ചതെങ്കിൽ പിന്നീട് നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പ പ്രതിഷ്ഠയിലൂന്നിയ വാദമായിരുന്നു വി ഗിരിയും നൽകിയത്. ഏറ്റവും ഒടുവിലായി വാദിച്ചവരാകട്ടെ ആർത്തവുമായി ബന്ധപ്പെട്ട വിഷയം അടക്കം ഉയർത്തി കാണിക്കുകയും ആർത്തവുമായി ബന്ധപ്പെട്ട ചില പാരമ്പര്യം രാജ്യത്ത് മാത്രമല്ല വിദേശത്ത് പോലും ഉണ്ട് എന്ന തരത്തിലൊക്കെയുള്ള വ്യത്യസ്തമായ വാദമുഖങ്ങൾ ഉയർത്തിയപ്പോഴാണ് ഏതെങ്കിലും തരത്തിൽ വസ്തുനിഷ്ഠമായ വാദമുഖങ്ങൾ ഉണ്ടെങ്കിൽ അതുമാത്രം ഉയർത്തൂ കോടതിയിൽ എന്ന കൃത്യമായ ഒരു നിർദ്ദേശം ചീഫ് ജസ്റ്റിസ് നൽകിയത്. എന്നാൽ വിധി പുനഃപരിശോധിക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്നതാണ് സർക്കാർ ഇപ്പോഴും കോടതിയിൽ വ്യക്തമാക്കിക്കൊണ്ടിരുന്നത്. വാദം കേട്ടില്ല എന്നത് വിധി പരിശോധിക്കാൻ ഒരു കാരണമല്ല എന്നുകൂടി സർക്കാർ പറയുന്നുണ്ട്. അതായത് ഹാജരായ പലരുടെയും വാദങ്ങൾ കേൾക്കാതെ പോയി എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. അയ്യപ്പ ഭക്തർ പ്രത്യേക ഗണമല്ല എന്നതിൽ ജഡ്ജിമാർക്കിടയിൽ തന്നെ സമവായം ഉണ്ട് എന്ന് സർക്കാർ പറയുന്നു. പുനഃപരിശോധനയ്ക്ക് തക്കതായി പിഴവ് വിധിയിലില്ല, പിഴവുകൾ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല എന്ന വാദമാണ് സർക്കാരിന് വേണ്ടി ജയദീപ് ഗുപ്ത ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നേരത്തെ കെ പരാശരൻ മുതൽ ഉയർത്തി കാണിച്ച ചില വാദങ്ങൾ അത് ശരിയല്ല എന്ന തരത്തിലും ഇപ്പോഴത്തെ സായി ദീപക് വരെ, കെ പരാശരൻ മുതൽ സായി ദീപക് വരെ ഉള്ള അഭിഭാഷകർ ഉന്നയിച്ച ഒന്നും തന്നെ നേരത്തെ പുറപ്പെടുവിച്ച വിധി പ്രസ്താവത്തെ തിരുത്തുന്നതിനായ ഒരു സമീപനമോ തിരുത്തുന്നതിനായ വസ്തുനിഷ്ഠമായ ആരോപണമോ ആർഗ്യുമെന്റോ അല്ല എന്ന തരത്തിലുള്ള കൃത്യമായ നിലപാട്, വ്യക്തമായ ഒരു നിലപാട് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. തുല്യതയാണ് ഈ വിധിയുടെ അടിസ്ഥാനമെന്ന് സർക്കാരിന് വേണ്ടി വാദിക്കുന്ന അഭിഭാഷകർ പറയുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ലിംഗനീതിയും സമത്വവും ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് കോടതിയിൽ പരിഗണിക്കപ്പെട്ടത് എന്നാണ് പറയുന്നത്. ആ നിലയിലുള്ള വിധി പ്രസ്താവമായാണ് ഇതിനെ കാണേണ്ടത്. വിശ്വാസത്തിന്റെ മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട പിഴവുകൾ ഉയർത്തി കാണിക്കാൻ എതിർഭാഗത്തിന് പുനഃപരിശോധന ഹർജി നൽകിയവർക്ക് സാധിച്ചിട്ടില്ല. അതോടൊപ്പം സുപ്രീം കോടതിയിൽ നിന്ന്, പരമോന്നത കോടതിയിൽ നിന്നുണ്ടായ വിധി പ്രസ്താവം എന്നത് അത് തുല്യതയുടെ അടിസ്ഥാനത്തിൽ എല്ലാ പൗരന്മാർക്കും, രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ പൗരന്മാർക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്ന ലിംഗവിവേചനം പാടില്ല, സ്ത്രീയും പുരുഷനും സമന്മാരാണ്, തുല്യരാണ് എന്ന തരത്തിലുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടുള്ള വിധി പ്രസ്താവമാണ് ഉണ്ടായത് എന്നും തുല്യതയായിരുന്നു ആ വിധിയുടെ അടിസ്ഥാനമെന്നും തൊട്ടുകൂടായ്മ ആയിരുന്നില്ല എന്ന തരത്തിലുമുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. തന്ത്രിയുടെ വാദത്തിൽ വ്യാഖ്യാനങ്ങൾ മാത്രമാണ് ഉള്ളത്, അത് പുനഃപരിശോധനയ്ക്ക് കാരണമായി മാറുന്നില്ല. തന്ത്രി പറയുന്നത്, തന്ത്രിക്ക് വേണ്ടി വാദിച്ചവർ ഉൾപ്പെടെയുള്ളവർ ചില വ്യാഖ്യാനങ്ങൾ മാത്രം നടത്തുമ്പോൾ അതിനെ ഇപ്പോഴുള്ള നേരത്തെ ഉണ്ടായിട്ടുള്ള വിധിയുമായി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയിലെ പിഴവുകളായി അതിനെ കാണാൻ സാധിക്കില്ല. അത്തരത്തിൽ പിഴവുകളൊന്നും ചൂണ്ടിക്കാണിക്കാൻ ഇതുവരെ അണിനിരുന്ന അഭിഭാഷകർക്ക് കെ പരാശരൻ ഉൾപ്പെടെ, അദ്ദേഹത്തിന്റെ മകൻ മോഹൻ പരാശരൻ ഉൾപ്പെടെ, മനു അഭിഷേക് സിംഗ്വി, വി ഗിരി ഉൾപ്പെടെയുള്ള അഭിഭാഷകരാണ് വാദിച്ചത് എങ്കിൽ പോലും
ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്ന ഒരു നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആചാരം ഏതാണ് അല്ല എന്നതിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണ് തന്ത്രിയുടെ വാദത്തിലെ ശ്രമം. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ചില ആചാരങ്ങൾ മാറ്റാവുന്നതാണ്, ചില ആചാരങ്ങൾ മാറ്റാൻ സാധിക്കാത്തതാണ്. അത്തരത്തിലൊക്കെയുള്ള ചില നിലപാടുകളാണ് തന്ത്രി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് സ്ത്രീകൾ, അതായത് 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ കയറുന്നത് ആചാര ലംഘനമാണ്. എന്നാൽ ശബരിമലയിലെ മറ്റു പല പൂജാകാര്യങ്ങളിലും ഇത്തരത്തിൽ ആചാര മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതൊന്നും വിഷയമായിരുന്നില്ല. സ്ത്രീകളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട മാത്രമാണ് വിഷയം തന്ത്രി ഉന്നയിക്കുന്നത്. പലതരത്തിലുള്ള ആചാരമാറ്റങ്ങൾ ഇതിനു മുമ്പും ശബരിമലയിൽ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ പ്രവേശനവുമായി ബന്ധപ്പെട്ട്, ആരാധനാ സമയവുമായി ബന്ധപ്പെട്ട്, നട തുറക്കുന്ന കാലയളവ്, സമയപരിധി അനുസരിച്ച് ക്ഷേത്ര പൂജകളിൽ ഉൾപ്പെടെ നൽകുന്ന പ്രസാദങ്ങളിൽ ഉൾപ്പെടെയൊക്കെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ആചാരങ്ങൾക്ക് അനുസൃതമായ മാറ്റങ്ങളാണ് എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് അത് ആചാരം അനുവദിക്കുന്നില്ല എന്ന തരത്തിൽ തന്ത്രി വ്യക്തമാക്കുന്നത്. അത് യഥാർത്ഥത്തിൽ തന്ത്രിയുടെ വാദത്തിൽ പറയുന്നതെല്ലാം ഇത്തരം വ്യാഖ്യാനങ്ങളാണ് എന്നും ആചാരം ഏതാണ് അല്ല എന്നതിൽ ഏതൊക്കെ ആചാരങ്ങളാണ് എന്നും ഏതൊക്കെ ആചാരമല്ല എന്നതിൽ തന്നെ വലിയ ആശയക്കുഴപ്പമാണ് തന്ത്രി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മറുഭാഗം പറയുന്നു. പ്രത്യേക ഗണത്തിൽപ്പെട്ടതാണ് ക്ഷേത്രമെങ്കിൽ മാത്രമേ അനിവാര്യമായ ആചാരം നിലനിൽക്കുന്നുള്ളൂ എന്നും അത് ആരും വാദിച്ചു കണ്ടില്ല എന്നുമുള്ള വാദമാണ് ഇപ്പോൾ സർക്കാരിന് വേണ്ടി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആചാര പ്രത്യേകത പരിഗണിച്ചാൽ എല്ലാ ക്ഷേത്രങ്ങൾക്കും പ്രത്യേക വിശ്വാസ ഗണത്തിൽ പെടുന്നതായി എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ ഉയർന്ന വിധിയുടെ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയുള്ള പുനഃപരിശോധനാ ഹർജികളിൽ പ്രഗത്ഭരായ അഭിഭാഷകർ ഉന്നയിച്ച വാദഗതിക്ക് മറുപടി പറയാനുള്ള സാഹചര്യത്തിലേക്ക് ഇപ്പോൾ സർക്കാരിനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റെഡി ടു ബ്ലീഡ് പോലെയുള്ള സംഘടനകൾക്കും അവസരം ഒരുങ്ങിയിരിക്കുകയാണ്. വിധി പുനഃപരിശോധിക്കാൻ തക്ക യാതൊരു സാഹചര്യവുമില്ല എന്ന നിലപാട് സർക്കാർ എടുത്തു. ഈ വിധിക്ക് ശേഷം നിലപാടിലേക്ക്, ഈ വിധിയുമായി ബന്ധപ്പെട്ട സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാടിലേക്ക് മെല്ലെ മെല്ലെ ഉറച്ച നിലപാടിലേക്ക് പോയ സർക്കാർ അതുതന്നെയാണ് കോടതിയിലും സ്വീകരിച്ചത്. വിധി പുനഃപരിശോധിക്കേണ്ട യാതൊരു സാഹചര്യവും ഇല്ല, വാദം കേട്ടില്ല എന്നത് വിധി പുനഃപരിശോധിക്കാൻ കാരണമല്ല എന്ന നിലയിൽ ഉള്ള അഭിഭാഷകരുടെ വിമർശനങ്ങൾക്ക് ഒരു മറുപടിയായി സർക്കാർ പറയുന്നു. അയ്യപ്പ ഭക്തർ പ്രത്യേക ഗണമെന്നതിൽ ജഡ്ജിമാർക്കിടയിൽ സമവായമുണ്ട് എന്നാണ്. പ്രത്യേക ഗണമല്ല എന്നതിൽ ജഡ്ജിമാർക്കിടയിൽ പ്രത്യേക സമവായമുണ്ട്. അന്ന് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മാത്രമാണ് അത്തരമൊരു വാദഗതി എടുത്തത്. പക്ഷേ ഭൂരിപക്ഷ വിധി ജഡ്ജിമാരും അതിലൊരു സമവായത്തിൽ എത്തിയിരുന്നു എന്ന് സർക്കാർ സൂചിപ്പിക്കുന്നു. പുനഃപരിശോധനയ്ക്ക് തക്കതായ പിഴവ് വിധിയിലില്ല, പിഴവുകളുണ്ടെന്ന് സ്ഥാപിക്കാൻ ഇതുവരെ ആർക്കും ആയിട്ടില്ല എന്നാണ് അഭിഭാഷക വാദത്തെ ഉന്നയിച്ചുകൊണ്ട് മറുപടി പറഞ്ഞുകൊണ്ട് സർക്കാർ എടുക്കുന്ന നിലപാട്. തുല്യതയാണ് വിധിയുടെ അടിസ്ഥാനം. ആചാരത്തെയും വിശ്വാസത്തെയും ഊന്നി നിന്നുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ അഭിഭാഷകർ ഉന്നയിച്ചപ്പോൾ തുല്യതയാണ് വിധിയുടെ അടിസ്ഥാനം എന്ന നിലയിൽ സർക്കാർ ഓർമ്മിപ്പിക്കുന്നു. തൊട്ടുകൂടായ്മ അല്ല. നേരത്തെ ഉയർന്നു വന്ന തർക്കം അതുകൂടിയായിരുന്നു. തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിധി എന്ന ഒരു സമർത്ഥിക്കൽ അഭിഭാഷകരിൽ നിന്ന് വന്ന സാഹചര്യം. ജസ്റ്റിസ് നരിമാൻ അതിൽ തർക്കിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതേ പൗരാവകാശ നിയമത്തെക്കുറിച്ചൊക്കെ ചോദ്യം അവിടെ ഉയർന്നു. അങ്ങനെ തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിധിയെങ്കിൽ അതിൽ ഒരുപാട് അപാകതകളുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് എന്ന പ്രശ്നം വരും. ശബരിമലയിൽ അങ്ങനെ ഒരു തൊട്ടുകൂടായ്മ ഇല്ല എന്ന് വാദിക്കുന്ന നിലയിലേക്ക് അഭിഭാഷകർ മാറിയിരുന്നു. പക്ഷേ അതല്ല, അതിനപ്പുറത്തേക്കുള്ള ഇക്വാളിറ്റിയാണ്, തുല്യതയാണ് ഈ വിധിയുടെ അടിസ്ഥാനം എന്ന നിലയിൽ അങ്ങനെ അഭിഭാഷകർ ഉന്നയിച്ചു കൊണ്ടുവന്ന തൊട്ടുകൂടായ്മ വാദത്തെ മറികടക്കുന്ന ഒരു നിലപാട് വാദത്തിൽ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു. അന്തിമ നിലപാട് പറയേണ്ടത് കോടതി തന്നെയാണ്. തന്ത്രിയുടെ വാദത്തിൽ വ്യാഖ്യാനമാണുള്ളത്, അത് പുനഃപരിശോധനയ്ക്ക് കാരണമേ അല്ല എന്ന നിലയിൽ ജയ്ദീപ് വാദിക്കുന്നു. ആചാരം ഏതാണ് അല്ല എന്നതിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണ് തന്ത്രിയുടെ വാദത്തിലെ ശ്രമം. അങ്ങനെ വിധിയിൽ ചില ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിനപ്പുറത്തേക്ക് പോകാനാകുന്നില്ല എന്നതുപോലെയുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. പ്രത്യേക ഗണത്തിൽപ്പെട്ടതാണ് ക്ഷേത്രമെങ്കിൽ മാത്രമേ അനിവാര്യമായ ആചാരം നിലനിൽക്കൂ, അത് ആരും വാദിച്ചു കണ്ടില്ല എന്നാണ്. പ്രത്യേക ഗണത്തിൽപ്പെട്ട ക്ഷേത്രമാണെങ്കിൽ ഈ അയ്യപ്പ ഭക്തരെ അങ്ങനെ ഒരു പ്രത്യേക ഗണമായി കാണാനാകില്ല എന്ന് കോടതി പറഞ്ഞിരുന്നു. ആചാരം പ്രത്യേകമായി പരിഗണിച്ചാൽ എല്ലാ ക്ഷേത്രങ്ങൾക്കും പ്രത്യേക വിശ്വാസ ഗണത്തിൽപ്പെടുന്നതായി കണക്കാക്കേണ്ടി വരും. അങ്ങനെ ശബരിമല എന്നതൊരു പ്രത്യേക വിശ്വാസ ഗണമായി പരിഗണിച്ചാൽ എല്ലാ ക്ഷേത്രങ്ങൾക്കും അങ്ങനെ അവകാശപ്പെടുന്നതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ഹിന്ദുമതത്തിനപ്പുറത്തേക്കുള്ള വിവിധ വിശ്വാസ ഗണങ്ങൾ എന്ന പരിഗണന അർഹിക്കുന്നില്ല എന്നതാണ്. തിരുപ്പതി ജഗന്നാഥ ക്ഷേത്രങ്ങൾ പോലും പ്രത്യേക വിഭാഗമല്ല എന്ന് കോടതി എടുത്തു പറഞ്ഞത് സർക്കാർ ഓർമ്മിപ്പിക്കുന്നു.
രാമകൃഷ്ണ മഠവും ശിരൂർ മഠവും മാത്രമാണ് പ്രത്യേക ഗണത്തിൽപ്പെടുന്നത്. രാമകൃഷ്ണ മിഷൻ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ സർക്കാർ പറഞ്ഞിരിക്കുന്നത് അല്ല, അത് ഇവിടെ തിരുത്തിട്ടുണ്ട്. കാര്യം ബംഗാൾ ഹൈക്കോടതിയുടെ, കൽക്കട്ട ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റിനകത്ത് സെപ്പറേറ്റ് ആണെന്ന് പറയുകയും സുപ്രീം കോടതിയിൽ വരുമ്പോൾ അവർക്ക് സെപ്പറേറ്റ് സാധനം കൊടുക്കണ്ട എന്നുള്ളതാണ്. DY ചന്ദ്രചൂഡിന്റെ പ്രത്യേകമായ വിധിയിൽ ശിരൂർ മഠം എടുത്ത് പരാമർശിച്ചിട്ടുമുണ്ട്. രാമകൃഷ്ണ മിഷനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ശിരൂർ മഠത്തിന്റെ കാര്യം പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആ മഠങ്ങൾക്ക് ഇനിയിപ്പോൾ അത് ഉണ്ടോ ഇല്ലയോ എന്നിരിക്കട്ടെ, പക്ഷെ ആ മഠങ്ങൾക്ക് പ്രത്യേക വിശ്വാസ ഗണമായി പരിഗണനയുണ്ട്. പക്ഷേ തിരുപ്പതിക്കോ ജഗന്നാഥ ക്ഷേത്രത്തിനോ പോലും അത്തരം പരിഗണനയില്ല എന്ന നിലയിൽ തന്നെയാണ് ശബരിമലയിലെ ആ വാദത്തെ കോടതി ആ വിധിയിൽ തന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെ ആ നിലയിൽ അനിവാര്യമായ ആചാരം നിലനിൽക്കൂ എന്ന നിലയിൽ ആരും വാദിച്ച് എടുത്തില്ല എന്ന നിലപാടുമൊക്കെ സർക്കാർ പറഞ്ഞു. ഇതൊരു പൊതു നിയമ വിഷയമാണ്, പൊതുക്ഷേത്രമാണ് ശബരിമല, ഭരണഘടനയ്ക്ക് ഇണങ്ങാത്ത ആചാരം നിലനിൽക്കരുത് എന്ന സർക്കാർ വാദം. അതിനകത്ത് രസകരമായ ഒരു കാര്യമാണ് ഇവർ പറയുന്നത്. ഇവരുടെ പ്രഥമമായ വാദം എന്താ, 10 തൊട്ട് 50 വരെയുള്ള വളരെ റീസണബിൾ ആയിട്ടൊരു റെസ്ട്രിക്ഷൻ അല്ലേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ആണല്ലോ റീസണബിൾ. ഈ റിസ്ട്രിക്ഷൻ എന്ന് പറയുന്ന സാധനം തന്നെ സമത്വത്തെ ഇല്ലാതാക്കുക. കുറച്ചു പേരെ കയറ്റുന്നില്ല എന്നുള്ളതാണല്ലോ ഈ റിസ്ട്രിക്ഷൻ. അവിടെ തന്നെ ഈ സമത്വം എന്ന് പറയുന്ന ആശയം പോയി കഴിഞ്ഞു. സമത്വം എന്ന ആശയത്തെ ഉയർത്തിപ്പിടിച്ചാണ് സുപ്രീം കോടതിയുടെ വിധി. അപ്പൊ അത് ആ റിസ്ട്രിക്ഷൻ ഇവർ പറയുന്നതുമായിട്ട് നേരെ ഓപ്പോസിറ്റ് സ്റ്റാൻഡിലാണ് സുപ്രീം കോടതി. ആ നിലയിൽ ആചാരം മൗലിക അവകാശങ്ങൾക്ക് വിധേയമാണ് എന്ന നിലപാടാണ് സർക്കാർ ആവർത്തിച്ചത് കോടതിയിൽ. ആരെയും ഒഴിവാക്കാനാകില്ല, വിവേചനം പാടില്ല. ഇതാണ് ഭരണഘടനയുടെ അടിസ്ഥാന തത്വം. ശ്രീമതി ഗീത, വിധി പുനഃപരിശോധിക്കാൻ തക്ക യാതൊരു സാഹചര്യവും ഇല്ല എന്ന നിലപാട് സർക്കാർ വാദിക്കുകയാണ്. നേരത്തെ താങ്കളും സൂചിപ്പിച്ചതാണ്, ചില ആവർത്തനങ്ങൾക്കപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ വിധിയുടെ പിഴവുകൾ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഒരു വാദം ഉന്നയിച്ചതായി തോന്നുന്നതേയില്ല നമ്മുടെ മുമ്പിലേക്കൊക്കെ വരുന്ന വിവരങ്ങൾ കേട്ടാൽ പോലും എന്നാണ് താങ്കൾ പറഞ്ഞത്. സർക്കാർ ഇപ്പോൾ ഒരു ശക്തമായ നിലപാട് വിധിയിൽ ഊന്നി നിന്നുകൊണ്ട് സ്വീകരിക്കുകയാണ്. പൊതുവിൽ ഈ പുനഃപരിശോധനാ ഹർജികൾക്ക് വലിയ പ്രസക്തി ലഭിച്ചതായി പൊതുവിൽ തോന്നുന്നുണ്ടോ മുൻപിൽ വന്ന വിവരങ്ങളാകെ പരിശോധിക്കുമ്പോൾ? അവര് ജനാധിപത്യ സംവിധാനം എന്നുള്ള രീതിയിൽ വീണ്ടും ഒരിക്കൽ കൂടി അത് കേൾക്കാൻ തയ്യാറായി എന്നുള്ളതിൽ അപ്പുറത്തേക്ക് ഏത് തരത്തിലുള്ള ഒരു പുതിയ വാദമാണ് പുനഃപരിശോധനാ ഹർജികൾ ഉന്നയിച്ചത് എന്നുള്ളത് എനിക്ക് വ്യക്തമാവുന്നില്ല. അങ്ങനെ എനിക്കൊന്നും അനുഭവപ്പെടുന്നില്ല. ഒരുപക്ഷെ എനിക്ക് നിയമജ്ഞാനം കുറഞ്ഞതുകൊണ്ടായിരിക്കുമോ അത് എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു സാധാരണ ഒരു ലേവുമൺ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇവരിങ്ങനെ ചാനലിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദങ്ങൾക്ക് അപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു പുതിയ കാര്യം നിയമത്തിന്റെ ഒരു ആധികാരികതയോടുകൂടി മുന്നോട്ട് വെക്കാൻ ആ പുനഃപരിശോധനാ ഹർജികളിൽ സാധ്യമായി എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ എടുത്തിട്ടുള്ള ഒരു സമീപനം ഇപ്പൊ ഇതുവരെ കേട്ടിട്ടുള്ള ഒരു അവസ്ഥ വെച്ചിട്ട് ലോജിക്കലായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. കാരണം ഈ നിലവിലുള്ള വിധി പ്രസ്താവത്തില് ഒരാൾ മാത്രം വിയോജിക്കുകയും മറ്റെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും ചെയ്തിട്ടുള്ള ആ സുപ്രധാനമായിട്ടുള്ള ചരിത്ര വിധിയുടെ പശ്ചാത്തലത്തെ തിരുത്തത്തക്ക രീതിയിൽ, ആ വിധി പ്രസ്താവനകളെ തിരുത്തത്തക്ക രീതിയിലുള്ള വാദങ്ങൾ ഈ ഘട്ടത്തിൽ ഉന്നയിക്കപ്പെടുകയുണ്ടായില്ല എന്നുള്ളതാണ് എന്റെ ഒരു തോന്നൽ. അതായത് ഈ അടിസ്ഥാനപരമായി ഈ കേസിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നത് ഈ ശബരിമലയിലെ അയ്യപ്പ വിശ്വാസികൾ അതൊരു പ്രത്യേക വിശ്വാസ ഗണമായി സ്ഥാപിച്ചെടുക്കണമായിരുന്നു. അതിന് കഴിയാതെ പോയി. അങ്ങനെ കഴിയാതെ പോയതുകൊണ്ടാണ് ഈ കേസ് ഈ വിധത്തിൽ പരാജയപ്പെട്ടു പോയത്. അതിന് സർക്കാർ പറയുന്നത് ഇപ്പോൾ തിരുപ്പതി നോക്കിയാലും ജഗന്നാഥ ക്ഷേത്രം നോക്കിയാൽ അതൊക്കെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളും അതുപോലെ ആരാധനയുള്ളതുമായ ക്ഷേത്രം, അവിടെ പോലും അങ്ങനൊരു പ്രത്യേക പരിഗണന കിട്ടിയിട്ടില്ല. അതൊരു പൊതുക്ഷേത്രമാണ്. ഈ തിരുപ്പതി ആയാലും ജഗന്നാഥ ക്ഷേത്രം അതേ പരിഗണനയാണ് ശബരിമലയ്ക്കും വരുന്നത്. ഒരു പ്രത്യേക ഗണമായി ശിരൂർ മഠത്തിൻ്റെയൊക്കെ കാര്യത്തിൽ സംഭവിച്ച പോലെ വരാത്തത് ഈ കേസിൻ്റെ ആത്യന്തികമായ ഒരു പ്രതിബന്ധമാണ് എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ തിരുപ്പതിയിലൊന്നും ഇത്തരം പ്രത്യേകം വിലക്കുകളൊന്നും ഇല്ലല്ലോ. തിരുപ്പതിയിൽ ഒരു തരത്തിലുള്ള വിലക്ക്, ഒരു ജാതിക്കാരനെയും ഒരു മതക്കാരനെയും ഒരു വിഭാഗത്തിലുള്ള സ്ത്രീകളെ ഒരു വിലക്കും തിരുപ്പതിക്കില്ല. അവിടെ ഭഗവാനെ തൊഴാൻ പോകുന്ന ഏത് ജാതിക്കാർക്കായാലും ഏത് മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് പോകാം. അപ്പോൾ അവിടെ വിലക്ക്, അതും ശബരിമലയുമായിട്ട് നമ്മൾ കൂട്ടി വായിക്കേണ്ടതേയില്ല. ശബരിമല എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല ലോകത്തെ ഒരേ ഒരു ഐഡന്റിറ്റി ഉള്ള ഒരു ക്ഷേത്രമാണ്. ആ ഐഡന്റിറ്റി ഈ കേസിൽ തുടക്കം മുതൽ സ്ഥാപിച്ചെടുക്കണമായിരുന്നു. അത് കഴിയാതെ പോയി എന്നുള്ള ആത്യന്തികമായ ഒരു പിഴവ് വരട്ടെ, നമ്മൾ നോക്കാം. അവർ പറഞ്ഞതിന്റെ കഴമ്പ് കോടതി മനസ്സിലാക്കി. സർക്കാർ പറഞ്ഞതുകൊണ്ട് ഇല്ലാതാവുന്നില്ലല്ലോ. അതെ, സർക്കാർ പറയുന്ന എപ്പോഴും സർക്കാരിന്റെ വാദമല്ലേ. സർക്കാരിന്റെ നിലപാട് എന്തായിരുന്നു? ആ വിശ്വാസികളുടെ വിശ്വാസത്തെ നമ്മൾ മാനിക്കേണ്ടതില്ല. ഇവിടെയുള്ള ഭൂരിപക്ഷം വിശ്വാസികളെയും ഭക്തരെയും നമ്മൾ കണക്കിലെടുക്കേണ്ടതില്ല. വലിയ വാചകം എന്താണെന്നറിയോ? ക്ഷേത്ര പ്രവേശനമാണ് വലിയ അവകാശം. പറഞ്ഞു തീർക്കട്ടെ.
അല്ല, ഞാൻ പറഞ്ഞത് സർക്കാർ വിശ്വാസികളെ കണക്കിലെടുത്തല്ല, ഞങ്ങൾ ഇവിടുത്തെ പൗരന്മാരെ അല്ല. വിശ്വാസികളുടെ വിശ്വാസത്തെ ഞങ്ങൾ ചവിട്ടി മെതിക്കും. നിങ്ങളുടെ അഭിപ്രായത്തെ ഞങ്ങൾ കണക്കിലെടുക്കേണ്ടതേയില്ല. സുപ്രീം കോടതി വിധികൾ പലതും പല കാര്യങ്ങളിൽ വന്നപ്പോഴൊന്നും ഒരു പ്രതികരണവും നടത്താത്ത അതെല്ലാം അട്ടത്തിൽ കൊണ്ടിട്ടിരുന്ന സർക്കാർ ഈ ഒരു വിധി വന്നപ്പോഴത്തേക്കും ചാടി ഇറങ്ങി ഞങ്ങൾ പിന്നെ അങ്ങ് സ്ത്രീ പ്രവേശനം നടത്തും എന്ന് പറയുന്നതിന്റെ പുറകിൽ ഒരു അജണ്ട ഉണ്ടായിരുന്നു, ഒരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നു. വിശ്വാസികളെ അവരുടെ വിശ്വാസത്തെ തകർക്കുക, അല്ലെങ്കിൽ വിശ്വാസികളെ മാനിക്കാതെ ഇരിക്കുക. ഭൂരിപക്ഷം വരുന്ന വിശ്വാസികളും ഒരിടത്ത് മാത്രമല്ല, ലോകം മുഴുവൻ അയ്യപ്പ വിശ്വാസികളുണ്ട്. അവരുടെ എല്ലാം വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് ഈ സർക്കാർ ഇങ്ങനെ ഒരു എടുത്തുചാട്ടം നടത്തിയത് മൂലം നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. ഇപ്പൊ ലാലിന് തോന്നുന്നത് സർക്കാരിന്റേത് എടുത്തുചാട്ടമാണോ, സർക്കാരിന്റേതായ ബോധ്യമാണോ? കാരണം ഈ വാദത്തിൽ പോലും കോടതിയുടെ വിധി മാനിക്കേണ്ടതായിരുന്നെങ്കിൽ ഒരുപാട് വിധികൾ നമ്മൾ മാനിക്കണമായിരുന്നു. അതൊന്നും നിങ്ങൾ എടുത്തില്ല. ഇപ്പൊ സ്ത്രീകളുടെ കാര്യം തന്നെ നിങ്ങൾ പറഞ്ഞു. സ്ത്രീ പരിഗണനയായിരുന്നെങ്കിൽ നഴ്സുമാരുടെ ശമ്പളം, അടിസ്ഥാന ശമ്പളം അല്ല, വിഷയമുണ്ട്. നിങ്ങളുടെ പരിഗണനയിൽ സ്ത്രീകളായിരുന്നെങ്കിൽ, നിങ്ങളുടെ പരിഗണനയിൽ സ്ത്രീ തുല്യതയായിരുന്നെങ്കിൽ, സ്ത്രീ അവകാശവും സ്ത്രീ അവകാശങ്ങളും സ്ത്രീകൾക്ക് വേണ്ടി നേഴ്സുമാരുടെ പ്രശ്നമാണ്, ട്രൈബൽ മേഖലയിലെ വിഷയമാണ്. ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. നമ്മുടെ മുന്നിൽ എനിക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഞാൻ പ്രൊജക്ട് ചെയ്ത് സ്ത്രീകളെ പൊതുവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളെ ഒന്നും നിങ്ങൾ എടുക്കത്തില്ല. എന്തുകൊണ്ട് നഴ്സുമാരുടെ കാര്യം ഏതായാലും നമുക്ക് നമ്മുടെ വാദം നിർത്താം. കാരണം കോടതിയും വാദം നിർത്തിയോ? അല്ല, ഒരു കാര്യം അല്ല, എനിക്കൊരു കറക്ഷൻ സ്കോപ്പ് ഒരു തരണം. ഇവിടെ പറഞ്ഞത് ഭക്തരെ മാനിച്ചില്ല എന്ന് പറയുന്നു. അങ്ങനല്ല, ഭക്തരെ എല്ലാം ഉൾക്കൊണ്ട് എന്നുവെച്ചാൽ ഇവിടെ ആരൊക്കെ ഭക്തരുണ്ടോ അവർക്ക് എല്ലാം പോകണം എന്നുള്ളതാണ് പറഞ്ഞത്. ഇവർ പറയുന്ന ഇവരുടെ കളക്റ്റീവിൽ നിൽക്കുന്നവർ മാത്രമാണ് ഭക്തർ, ഇവരുടെ ഡെഫിനേഷനിൽ വരുന്നവർ മാത്രമാണ് ഭക്തർ എന്ന് പറഞ്ഞത് അങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. അത് നമ്മൾ സമ്മതിക്കത്തില്ല. കാര്യം ഞാനിവിടെ വന്നിരിക്കുന്ന ആൾ, ഞാൻ 6 പ്രാവശ്യം ശബരിമല പോയിട്ടുള്ള ആളാണ്. 6 പ്രാവശ്യം പോയിട്ടുണ്ട്. കാര്യം എന്നാലും ഞാൻ അവിടെ കേട്ടോന്നാ പറഞ്ഞു. എൻ്റെ ഭക്തി, എനിക്ക് ദൈവത്തോടുള്ള വിശ്വാസം, അത് എന്നെ ബാധിക്കുന്ന കാര്യം മാത്രമാണ്. എൻ്റെ അപ്പുറത്ത് ആരിലും വന്ന് നിന്നാൽ പോകത്തില്ലെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ ഭക്തി അങ്ങനെ തന്നെ പറയുന്നത്. അപ്പം ഇവർ പറയുന്നത് ഇവർക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവർ പറയുന്നത് കീഴിൽ വരാത്തവരാരും ഭക്തരല്ലെന്ന് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അത് പാറ പള്ളി പോയി പറഞ്ഞാൽ ഇവിടെ നടക്കത്തില്ല. അതാണ് കോടതിയും പറഞ്ഞത്. അത്രേ ഉള്ളൂ. ശ്രീമതി ഗീത, ഏതാണ്ട് വാദം ഏറെക്കുറെ പൂർത്തിയായി. സർക്കാർ നിലപാട്, ഇതുവരെ ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ ആവർത്തിച്ചു. ക്ഷേത്രപ്രവേശനമാണ് വലിയ അവകാശം. വിധിയിൽ ഈ വാദം പറയാൻ സമയം കിട്ടിയില്ല എന്നൊന്നും പറയുന്നത് പുനഃപരിശോധിക്കാൻ മതിയായ കാരണമേ അല്ല. പല കാര്യങ്ങളിലും ജഡ്ജിമാർക്കിടയിൽ പൊതുസമവായം ഇക്കാര്യത്തിൽ ഈ വിധിക്കകത്ത് പല കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്ന നിലയിൽ സർക്കാർ ഒരു കാര്യം കൂടി പറഞ്ഞു. സർക്കാർ പറഞ്ഞത് സമാധാനം പുലരുമെന്നാണ് പ്രതീക്ഷ, സാഹചര്യങ്ങൾ മാറുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്ന് പറഞ്ഞാണ് സർക്കാർ വാദം അവസാനിപ്പിച്ചത്. ഏതായാലും കോടതി ഇരുഭാഗത്തിൻ്റെയും വാദം ഏറെക്കുറെ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ശ്രീമതി ഗീത. അല്ല, ഇന്ദിര ജയ്സിംഗ് ഉൾപ്പെട്ടിട്ടുള്ള ഒരു വാദം കൂടി കേൾക്കാനുണ്ടല്ലോ. ഞാൻ എന്നെ പോലുള്ള ഒരു ഉറ്റുനോക്കുന്നത് അത്തരം വാദങ്ങളിലേക്ക് കൂടിയാണ്. കാരണം അതാണ് വാസ്തവത്തിൽ ഒരുപക്ഷെ ഈ സർക്കാരിനെയും കാലത്തെയും ലോകത്തെയും ഒക്കെ മുന്നോട്ട് നയിക്കുന്ന ഘടകമായിട്ട് മാറുക. അതിന് അനുകൂലമോ പ്രതികൂലമോ ആയിക്കൊള്ളട്ടെ തൽക്കാലം, എങ്കിലും അത്തരത്തിലൊരു സ്പേസ് ഒരു ലീഗൽ ഡിസ്കോഴ്സില് ഇപ്പം ഇന്ത്യയിൽ നിലവിൽ വന്നു എന്നുള്ളതിനെ വളരെയധികം സന്തോഷപൂർവ്വമാണ് ഞാനൊക്കെ ഉറ്റുനോക്കുന്നത്. കാരണം ആ ലീഗാലിറ്റിയുടെ ഉള്ളിലേക്ക് സ്ത്രീയുടെ സ്പേസിനെ ഉറപ്പിച്ചെടുക്കുന്ന ഒരു എൻട്രിയാണത്. അത്തരത്തിൽ ചരിത്രപരമായിട്ടുള്ള ഒരു എൻട്രി. ഒരു പക്ഷെ തൽക്കാലം തോൽക്കാം, ഭാഗ്യമുണ്ടെങ്കിൽ വിജയിക്കാം, അല്ലെങ്കിൽ തോറ്റുപോകാം. അത് വേറൊരു വിഷയമാണ്. ഇന്ദിരാ ജയ്സിംഗ് വാദിക്കാനിരിക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ പറഞ്ഞതിലെ 2-3 പരാമർശങ്ങൾ, ആചാരം മൗലികാവകാശങ്ങൾക്ക് വിധേയമാണ്, ആരെയും ഒഴിവാക്കാനാകില്ല, വിവേചനം പാടില്ല, ഇത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വമാണ്, ക്ഷേത്രപ്രവേശനമാണ് ഏറ്റവും വലിയ അവകാശം. ഇന്ദിരാ ജയ്സിംഗും ഏറ്റെടുക്കാൻ പോകുന്ന മൗലികാവകാശത്തിൽ ഊന്നി നിന്നുള്ള വാദം ഇത് തന്നെ ആവാനാണ് സാധ്യത. ഞാൻ അതുകൊണ്ടാണ് ഏറെക്കുറെ വാദം പൂർത്തിയായി എന്ന് പറഞ്ഞത്. തീർച്ചയായും പ്രസക്തമാണ് ആ സ്ത്രീവാദം കോടതിയിൽ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പരാശരൻ അടക്കമുള്ള അഭിഭാഷകർ ആചാരത്തെയും വിശ്വാസത്തെയും മുറുകെ പിടിച്ച് വിധിയിൽ പിഴവുകൾ ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ദിരാ ജയ്സിംഗ് കൂടി പറയണം. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ഭക്തിയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ ഇതിന്റെ ഒന്നും മൊണോപ്പൊളി ആർക്കും കൊടുത്തിട്ടില്ല. ഇവിടുത്തെ ഒരു സംഘടനയ്ക്കും കൊടുത്തിട്ടില്ല, ഒരു സെക്റ്റിനും കൊടുത്തിട്ടില്ല. എനിക്ക് ധർമ്മശാസ്താവിനെ തീർച്ചയായിട്ടും എനിക്ക് ധർമ്മശാസ്താവിനെ ധ്യാനിക്കണമെങ്കിൽ, എനിക്ക് അവിടെ പോകണമെങ്കിൽ, എനിക്ക് അവിടെ പോകാൻ കഴിയുന്ന ഒരിടമാണല്ലോ എന്റെ രാജ്യം.
അതല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്നത് മറ്റേതോ രാജ്യത്തിലാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ നാടിനെ എന്റെ രാജ്യമായിട്ട് തന്നെ കണക്കാക്കണമെങ്കിൽ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഇടത്ത് പ്രവേശിക്കാൻ സാധിക്കണം. ഭക്തർ എന്നുള്ള വാക്കുപോലുമല്ല, സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ, ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ ഒക്കെ ഒരുപാട് ഘടകങ്ങൾ അതിലുണ്ട്. ആ ഘടകങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ നമ്മളിവിടെ സമീപിക്കുകയാണെങ്കിൽ പോലും ഭക്തി എന്നുള്ളതിന്റെ മൊണോപ്പൊളി ഞാനൊന്നും ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. എന്റെ വിശ്വാസത്തിന്റെ മൊണോപ്പൊളി ഞാൻ ആരുടെയും കയ്യിൽ കൊടുത്തിട്ടില്ല. ഞാൻ നിങ്ങളെ ആരെയും പറയുന്നില്ല നിങ്ങൾ വിശ്വാസികളാണോ അവിശ്വാസികളാണോ എന്നുള്ളത്. അതുപോലെ തന്നെ എന്നെയും ഞാൻ വിശ്വാസിയാണോ അവിശ്വാസിയാണോ, എനിക്ക് അവിടെ പ്രവേശിക്കാമോ, എന്റെ പ്രവേശം അവിടെ നിഷേധിക്കണമോ എന്നൊന്നും പറയാൻ ഒരൊറ്റ വ്യക്തിക്കും അധികാരമില്ല. അത്തരം അധികാരം ഏറ്റെടുത്ത് അക്രമം നടത്തുന്നവരാണ് വാസ്തവത്തിൽ ജനാധിപത്യത്തെ തകർക്കുന്നത്. ദൈവനിഷേധികൾ അവരാണ്. ശരി, ഏതായാലും വലിയ വാദം ഉന്നയിക്കപ്പെട്ട സാഹചര്യം തന്നെയാണ്. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് കോടതി വീണ്ടും ചേരും. ഉച്ചയ്ക്ക് ശേഷം ദേവസ്വം ബോർഡിന്റെയും വാദമുണ്ട്. സർക്കാർ വാദിച്ച കൂട്ടത്തിൽ ഒന്നുകൂടി ഇതിനിടയിൽ വലിയ ചർച്ചയായി മാറിയതാണ് ഹൈക്കോടതി നിയോഗിച്ച മേൽനോട്ട സമിതി എന്നത്. ഹൈക്കോടതി നിയമിച്ച മേൽനോട്ട സമിതിയുടെ ആവശ്യമില്ല എന്ന വാദവും സർക്കാർ ഉന്നയിച്ചു. മറ്റ് സംവിധാനങ്ങൾ നിലവിലുണ്ട് എന്ന നിലപാടും സർക്കാർ സ്വീകരിച്ചു. ഏതായാലും 2 മണിക്ക് കോടതി വീണ്ടും ചേരും. മറ്റുള്ള ആളുകളും വാദം പറയും. ഏതായാലും ഒരു കാര്യം വ്യക്തമായി, ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ എല്ലാ ഭാഗത്തെയും വാദം പൂർത്തിയാക്കി കോടതി ഒരു നിലപാടിലേക്ക് പോവുകയാണ്. 5 അംഗ ബെഞ്ച് ഈ പുനഃപരിശോധനാ ഹർജികളിലും റിട്ട് ഹർജികളിലും തീർപ്പ് കൽപ്പിക്കുന്നതിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. 2 മണിക്ക് കോടതി വീണ്ടും ചേരും. വളരെയധികം നന്ദി ശ്രീമതി പി ഗീത, ഗോമതി അമ്മാൾ, അതുപോലെ ലാല്, ജ്യോതികുമാർ ചാമക്കാല. ഞങ്ങളുടെ പ്രതിനിധി അഭിലാഷാണ് തത്സമയം ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഏറ്റവും ആദ്യം അവിടെ നിന്ന് നൽകിയത്. കോടതിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് എം ഉണ്ണികൃഷ്ണനാണ്. അവരൊക്കെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി വീണ്ടും ചേരും.